അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന ദ്വൈമാസ ക്യാമ്പയിൻ്റെ ഭാഗമായി വക്രയിൽ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശനങ്ങളും വസ്തുതകളും എന്ന വിഷയത്തിലുള്ള ഒരു ഓപ്പൺ ഫോറത്തിനാണ്, തുറന്ന ചർച്ചക്കാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുമ്പൊന്നുമില്ലാത്ത വിധം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങൾക്ക് മീഡിയയിൽ കൂടുതൽ ഇടം ലഭിക്കുകയും ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉന്നതമായ ധാരണകൾ പുലർത്തിയിരുന്ന കേരളത്തിലെ അമുസ്ലിം പൊതുസമൂഹത്തിലേക്ക് പോലും മീഡിയയുടെ വിഷലിപ്തമായ പ്രചരണങ്ങൾ ഊർന്നിറങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച വികൃതമായൊരു ചിത്രം കേരളത്തിൻ്റെ അമുസ്ലിം പൊതുമനസ്സിൽ പോലും നിർഭാഗ്യവശാൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം നാം ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ ചരിത്രം പുതിയൊരു ദിശയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ലോകത്ത് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിൽ മൾട്ടിനാഷണൽ കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ സ്ഥാപിക്കപ്പെടുന്നത്. ഈ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് അവ സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ തന്നെ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഒരു വിപണിയായി, മാർക്കറ്റായി പരിവർത്തിപ്പിക്കുക എന്നതാണ്. പരമാവധി ഉൽപ്പന്നങ്ങൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട യന്ത്രങ്ങൾ വഴി നിർമ്മിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളതായാലും ഇല്ലാത്തതായാലും അത്യാവശ്യമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും എന്നിട്ട് സമൂഹത്തിൽ ഏത് മാർഗം ഉപയോഗിച്ചും അത് വിപണനം ചെയ്യുകയും ആ വിപണനം വഴി തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുരാഷ്ട്ര കുത്തകകൾ ലോകത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഈ ബഹുരാഷ്ട്ര കുത്തകകൾ ലോകത്തെ മുഴുവൻ തങ്ങളുടെ വിപണിയാക്കി മാറ്റുക എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി ആവിഷ്കരിച്ച വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണം എന്ന ഓമന പേരിൽ, ഗ്ലോബലൈസേഷൻ എന്ന ഓമന പേരിൽ നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന 1980-കൾക്ക് ശേഷം ലോകത്ത് യാഥാർത്ഥ്യമായി തീർന്ന നവലോകക്രമം. ഈ നവലോകക്രമത്തിൽ ഗ്ലോബലൈസ്ഡ് ആയ ആഗോളവൽക്കരണത്തിനു ശേഷമുള്ള ലോക രാഷ്ട്രീയ ക്രമത്തിൽ മീഡിയ നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ നാം പിന്തുടരേണ്ടതായ പ്രത്യേക മൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ്. ഒരുവിധ മൂല്യങ്ങൾക്കും അപ്രമാദിത്വമില്ല എന്നും ഉൽപ്പന്ന വിപണനത്തിന് ഏത് വഴിയും സ്വീകരിക്കാമെന്നും എന്തും വിൽക്കാമെന്നും എങ്ങനെയും വിൽക്കാമെന്നും നമ്മുടെയെല്ലാം തലച്ചോറുകളെ മീഡിയ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച 2 പതിറ്റാണ്ടുകളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഹുരാഷ്ട്ര കുത്തകകൾ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ചില മാർഗങ്ങളുണ്ട്. വിപണിയെ സ്നിഗ്ധമാക്കുവാൻ ഉപയോഗിച്ച ചില മാർഗങ്ങൾ. അതിൽ ഒന്നാമത്തെ മാർഗം പെണ്ണിൻ്റെ നഗ്നതയെ വിപണിയെ സ്നിഗ്ധമാക്കാൻ സാധ്യമാകുന്ന തരത്തിലെല്ലാം ഉപയോഗിക്കുക എന്നതാണ്. പരസ്യ ബോർഡിൽ പെണ്ണിൻ്റെ നഗ്ന ശരീരം തുണിയഴിച്ചു നിന്നാൽ പുരുഷന്റെ കാമാർത്ഥമായ നേത്രങ്ങൾ അങ്ങോട്ട് തിരിയുമെന്നും തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ പരസ്യം പുരുഷന്മാരായ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുമെന്നും
അങ്ങനെ പുരുഷന്റെ കീശയിലെ കാശ് തങ്ങളുടെ മേശപ്പുറത്ത് എത്തുമെന്നും അറിയാവുന്ന കമ്പനികൾ ലോകത്തുടനീളം പരസ്യ ബോർഡുകളും മിനി സ്ക്രീനുകളും സ്ഥാപിച്ച് അവയിൽ പെണ്ണിന്റെ നഗ്ന ശരീരത്തെ കുടിയിരുത്തിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാവിലെ നാം ഉപയോഗിക്കേണ്ട ബെഡ് കോഫി ഏതാണ് എന്നത് മുതൽ രാത്രി നാം കിടന്നുറങ്ങാൻ ഉപയോഗിക്കേണ്ട തലയണ ഏതാണ് എന്ന് വരെ തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നാം സ്ഥാപിച്ചിട്ടുള്ള മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന നഗ്ന നാരികളുടെ ശരീരത്തിന്റെ നിമ്നോന്നതികളിലൂടെ നാം കണ്ണുപായിക്കണം എന്ന് മീഡിയ നിഷ്കർഷിച്ചിരിക്കുന്നു. ഇതുപോലെ മീഡിയ പെണ്ണിന്റെ നഗ്നതയെ, മുതലാളിത്തം, കോർപ്പറേറ്റ് കുത്തകകൾ പെണ്ണിന്റെ നഗ്നതയെ ഉപയോഗിക്കാൻ ശ്രമിച്ച വേറെയും ഇടങ്ങളുണ്ട്. ലാപ്പ് ഡാൻസ് ക്ലബ്ബുകളും പോൾ ഡാൻസ് ക്ലബ്ബുകളും എന്ന പേരിൽ യൂറോപ്പിലുടനീളം അവർ സ്ഥാപിച്ച എക്സോട്ടിക് ഡാൻസ് ക്ലബ്ബുകളിൽ പെണ്ണിന്റെ നഗ്ന ശരീരത്തെ പച്ചയായി വേദിയിലേക്ക് കൊണ്ടുവന്ന് ആ വേദിയിൽ പെണ്ണിനെ തുള്ളിച്ച് അവിടെ വരുന്ന പുരുഷ കാണികളുടെ കാമവികാരത്തെ തൃപ്തിപ്പെടുത്തി അവരിൽ നിന്ന് കാശ് സ്വരൂപിക്കുക എന്ന കുടിലമായ തന്ത്രം ഇതേ സമയത്ത് തന്നെ കോർപ്പറേറ്റ് കുത്തകകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർന്നില്ല. മൂന്നാമതായി അബ്രപാളിയിലും സ്റ്റേജിലും പെണ്ണിന്റെ നഗ്നതയെ കുടിയിരുത്തിയതിനു പുറമെ സ്ത്രീ നഗ്നതയെ, പെണ്ണിന്റെ ശരീരത്തെ പച്ചയായി വിൽക്കുകയും അതിൽ നിന്ന് ധനം സമ്പാദിക്കുകയും ചെയ്യുക എന്ന മൂന്നാമത്തെ ഒരു രീതി കൂടി മുതലാളിത്ത മീഡിയ, മുതലാളിത്ത പാശ്ചാത്യ രംഗത്തുള്ള കോർപ്പറേറ്റ് കുത്തകകൾ ആവിഷ്കരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെല്ലാം മുതലാളിത്തം നമ്മുടെ തലച്ചോറിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചൊരാശയമുണ്ട്. സ്ത്രീയുടെ നഗ്നത അത് പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത്, പൊതുസ്ഥലത്ത് അനാവരണം ചെയ്യപ്പെടുന്നത് ഒരു തിന്മയല്ല എന്നും, സ്ത്രീ അവളുടെ ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം സ്വീകരിക്കേണ്ടതില്ല എന്നും, പെണ്ണിന്റെ നഗ്നതയെ ഏത് രൂപത്തിലും എവിടെയും തുറന്നു കാണിക്കാമെന്നും, അതിൽ അധാർമികമായി യാതൊന്നും തന്നെ ഇല്ല എന്നും ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഈ കച്ചവട വിപണന തന്ത്രങ്ങളുടെ ഭാഗമായി മീഡിയ അതിസമർത്ഥമായി പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം തീർച്ചയായും പരസ്യത്തിലും കച്ചവടത്തിലുമെല്ലാം പെണ്ണിന്റെ നഗ്നതയെ ഉപയോഗിച്ചാൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ കുത്തക കമ്പനികൾ ഈ ഏർപ്പാട് അധാർമികമാണ് എന്ന തോന്നൽ ലോകത്തിനുണ്ടായാൽ ലോകം തങ്ങളെ തിരസ്കരിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണിന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നത് ഒരു തിന്മയല്ല എന്ന ധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് വളരെ ശക്തമായി സന്നിവേശിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശനങ്ങളും വസ്തുതകളും എന്ന ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത് പറയുന്നതിന് പ്രത്യേകമായൊരു പ്രസക്തിയുണ്ട്. മുതലാളിത്തം, കോർപ്പറേറ്റ് കുത്തകകൾ ഈ ഒരു ധാർമ്മിക വീക്ഷണവുമായി ലോകത്ത് കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ പ്രതിരോധവും പ്രതിഷേധവുമായി എഴുന്നേറ്റ് നിന്ന ഒരേയൊരു ജനവിഭാഗം ലോകത്ത് മുസ്ലിങ്ങളാണ്. പാടില്ല. പെണ്ണിന്റെ നഗ്നത എന്ന് പറയുന്നത് അവളെ സംരക്ഷിക്കാമെന്ന് നാലാളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ച അവളുടെ ഭർത്താവായ പുരുഷന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നും, കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയിലെ രാസ്വത്വരകമായി പെണ്ണിന്റെ നഗ്നത മാറിക്കൂടാ എന്നും, പരസ്യ ബോർഡിലോ സ്റ്റേജിലോ തെരുവിലോ സർവകലാശാലയിലോ അവളുടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെട്ടുകൂടാ എന്നും, സ്ത്രീ നഗ്നത പരസ്യമാകുന്നത് ഗുരുതരമായ പാപമാണ് എന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും കോർപ്പറേറ്റ് കുത്തകകളുടെ അജണ്ടയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതും ലോകത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് സവിശേഷമായൊരു കാരണമുണ്ട്. ആ കാരണം ലോകത്തൊരുപാട് മതപ്രവാചകന്മാരും ധർമ്മ സംസ്ഥാപകരും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ മതപ്രവാചകരും ധർമ്മ സംസ്ഥാപകരുമെല്ലാം അവരുടെ ജീവിതകാലത്ത് അധാർമികതകൾക്കും തിന്മകൾക്കുമെതിരെ ശക്തമായ പോരാട്ടം നയിച്ചിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീ നഗ്നതയുടെ പ്രദർശനത്തിനെതിരെയും എല്ലാ മതപ്രവാചകന്മാരും ധർമ്മ സംസ്ഥാപകരും ശക്തമായ പോരാട്ടം നയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്മാരുടെയും മത പണ്ഡിതന്മാരുടെയും ധർമ്മ സംസ്ഥാപകരുടെയും പരിഷ്കർത്താക്കളുടെയുമെല്ലാം ജീവിതശേഷം, മരണശേഷം അവർക്കെല്ലാം പ്രത്യേകമായ ചില വഴിത്തിരിവുകൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവായാലും അദ്ദേഹത്തിന് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരായാലും മറ്റു പരിഷ്കർത്താക്കളായാലും എല്ലാം
അവർക്കെല്ലാം അവരുടെ ജീവിതകാലശേഷം സംഭവിച്ചത് അവർ ചില ചില്ലുകൂടുകളിൽ വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിക്കപ്പെടുകയും ആരാധനാ പുരുഷന്മാരായി പരിണമിക്കുകയും അവരുമായുള്ള ജനങ്ങളുടെ ബന്ധം പൂജകളിലും ആരാധനകളിലും പരിമിതപ്പെടുകയും അവർ ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ച ധാർമ്മിക പദ്ധതി തിരശീലക്ക് പിന്നിലേക്ക് മറയുകയും ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ നിയമങ്ങൾ അപ്രത്യക്ഷമാവുകയും അവരുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അവരെ സ്നേഹിക്കുന്നു എന്നും ബഹുമാനിക്കുന്നു എന്നും പ്രാർത്ഥിക്കുന്നു എന്നും പറയുന്നതിൽ അവരുമായുള്ള ബന്ധം ഒതുക്കുകയും ചെയ്യുന്ന ദുരന്തപൂർണമായൊരു സാഹചര്യം ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചനാഥന്റെ അന്തിമ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് 1400-ൽ പരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ലോകത്ത് നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കണിശമായി അക്ഷരം പ്രതി പിന്തുടരുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ധാർമ്മിക പദ്ധതിയെ നെഞ്ചേറ്റുകയും വിഗ്രഹമായി ചില്ലുകൂട്ടിൽ പ്രതിഷ്ഠിക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ കൃത്യമായ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ നഗ്നതയുടെ പ്രദർശനത്തിനെതിരെ നടത്തിയ ഉത്ബോധനങ്ങൾ മുസ്ലിം സമൂഹം അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും പെണ്ണിന്റെ നഗ്നതക്കെതിരെ മീഡിയയുടെ സകലവിധ മസ്തിഷ്ക പ്രക്ഷാളനങ്ങളെയും ചെറുത്തു നിന്നുകൊണ്ട് സ്ത്രീ നഗ്നത പ്രദർശിപ്പിക്കുന്നത് അധാർമികം തന്നെയാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, മീഡിയയുടെ മുതലാളിത്തത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കുടിപ്പക ആരംഭിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. മുസ്ലിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റിയാലല്ലാതെ, പൊതുസമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അടർത്തി മാറ്റിയാലല്ലാതെ, അവരെ തങ്ങൾ ഇച്ഛിക്കുന്ന തരത്തിലുള്ള ധാർമ്മിക വീക്ഷണത്തിലേക്ക് നയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ മുതലാളിത്ത മീഡിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പല രൂപത്തിലുള്ള നുണകൾ ആവർത്തിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വികൃതമായൊരു പ്രവാചക ചിത്രം കൊത്തിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദിയാണ് എന്നും യുദ്ധക്കൊതിയനാണ് എന്നും അപരിഷ്കൃതനാണ് എന്നും കാരുണ്യമില്ലാത്തവനാണ് എന്നും സ്ത്രീവിരുദ്ധനാണ് എന്നും വിഷയാസക്തനാണ് എന്നുമെല്ലാമുള്ള ആരോപണങ്ങൾ നമ്മുടെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക സമാനതകളില്ലാത്ത വിധം ഉജ്ജ്വലമായിരുന്നു. മാനവികതയ്ക്ക് നിരക്കാത്ത, കാരുണ്യത്തിന് നിരക്കാത്ത, സമാധാനത്തിന് നിരക്കാത്ത, മനുഷ്യത്വത്തിന് നിരക്കാത്ത, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ നിലപാടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വളരെ മോശമായൊരു ചിത്രം ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ വേണ്ടി മീഡിയ പല രൂപത്തിലുള്ള നുണകൾ ആവർത്തിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വളരെ വികൃതമായൊരു ചിത്രം കൊത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ആമുഖ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വഴിമാറി നടക്കാൻ തുടങ്ങിയ പ്രത്യേകമായൊരു സാഹചര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേരളത്തിലെ മീഡിയ വളരെ നിരന്തരമായി നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ അമുസ്ലിം പൊതുസമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭീകരവാദിയും യുദ്ധക്കൊതിയനും സ്ത്രീവിരുദ്ധനുമായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയും ആ തെറ്റുധാരണയുടെ പ്രതിഫലനങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ ദൗർഭാഗ്യകരമായൊരു സാഹചര്യത്തിൽ ഈ ഒരു ഓപ്പൺ ഫോറത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഏതു തരം തെറ്റുധാരണയുണ്ടെങ്കിലും ആ തെറ്റുധാരണ തുറന്ന് ഇവിടെ സമർപ്പിക്കാൻ സന്നദ്ധമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ട ഏതെങ്കിലും വിമർശനത്തിന് കൃത്യമായ മറുപടി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
നിങ്ങളുടെ പ്രയാസം, നിങ്ങൾ കേട്ട വിമർശനം ഈ സദസ്സിന് മുമ്പിൽ സമർപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഓപ്പൺ ഫോറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിങ്ങളുടെ തലച്ചോറിലേക്ക് മീഡിയ കടത്തിവിടാൻ ശ്രമിച്ച ഏതുതരം തെറ്റുധാരണയെയും നാം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കത് തുറന്ന് ഇവിടെ മുന്നോട്ട് വെക്കാം ഇൻഷാ അല്ലാഹ്. ആ ഓപ്പൺ ഫോറത്തിൻ്റെ ചോദ്യോത്തര വേളയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക്, തെറ്റുധാരണകൾക്ക്, വിമർശനങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ മറുപടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ആമുഖ ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ചോദ്യോത്തര സെഷനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള തെറ്റുധാരണകൾ, ഞാൻ പറഞ്ഞതുപോലെ മുതലാളിത്ത ലോകക്രമത്തിൽ അവരുടെ ഒരു ധാർമ്മിക വീക്ഷണം ലോകത്ത് അംഗീകരിക്കപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആസൂത്രിതമായി പ്രചരണങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള നബി വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ തുറന്ന് ഇവിടെ പങ്കുവെക്കുക. നമുക്കെല്ലാവർക്കും കൂട്ടായിരുന്ന് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൻസാർ, താമസിക്കുന്നത് മത്തർക്കതയാണ്. എന്നോടൊരു അമുസ്ലിമായൊരു വ്യക്തി ചോദിച്ചതാണ്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നിക്കാഹ് ചെയ്തത്. എനിക്കതിന് മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ പെണ്ണ് പിടിയാനാണോ എന്നാണ് ചോദിച്ചത് ഒരു അമുസ്ലിം. സുഹൃത്തിൻ്റെ ചോദ്യം, അദ്ദേഹത്തോടൊരു അമുസ്ലിം ചോദിച്ചു, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ വിവാഹങ്ങൾ കഴിച്ചത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കുറേ നിക്കാഹ് കഴിച്ചത്, അത് വളരെ മോശമായി പോയി എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി അറിയാൻ പറ്റിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ വിവാഹം കഴിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളാകെ ബേജാറാവുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ഏർപ്പാടല്ല. വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഏർപ്പാടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ബേജാറുണ്ടാകണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആകട്ടെ, വിമർശകനാകട്ടെ, ആരും ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമവിരുദ്ധമായ മാർഗത്തിൽ ലൈംഗിക ജീവിതം നയിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. നിയമാനുസൃതമായ മാർഗത്തിൽ വിവാഹം കഴിക്കുക എന്നത് തെറ്റല്ല, അധാർമികതയല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തരം അങ്കലാപ്പുണ്ടാകാൻ ചില പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ആ കാരണം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള പുരോഹിത മതങ്ങൾ നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള വികലമായൊരു ധാരണയിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ്. നമ്മുടെ നാട്ടിലെ പുരോഹിത മതങ്ങൾ, അത് യേശുക്രിസ്തുവിൻ്റെ പേരിൽ പിൽക്കാലത്ത് ക്രിസ്തുമത പുരോഹിതന്മാർ സ്ഥാപിച്ച ക്രിസ്തു മതം എന്ന യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്ത മതമായിരുന്നാലും നമ്മുടെ ഭാരതീയമായ അന്തരീക്ഷത്തിൽ അവിടുത്തെ മതപുരോഹിതന്മാർ വികസിപ്പിച്ചെടുത്ത മതാചാരങ്ങളുടെ സംഹിതയായി ഇന്ന് വ്യവഹരിക്കപ്പെടുന്ന ഹിന്ദുമതമായാലും അവക്കെല്ലാം ലൈംഗികതയുമായി ബന്ധപ്പെട്ടൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം ഹിന്ദുമതത്തിൻ്റെ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ ചിന്താധാരയുടെ വീക്ഷണത്തിൽ സെക്സ് ഒരു പാപമാണ്, ലൈംഗികത ഒരു തിന്മയാണ്. നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കണോ, നിങ്ങൾ ലൈംഗികതയിൽ നിന്ന് മാറി നിൽക്കണം, രതിജീവിതം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മചര്യം എന്ന സങ്കല്പവും സന്യാസം എന്ന ജീവിത വീക്ഷണവും വനത്തിൽ പോയി തപസ് അനുഷ്ഠിക്കണമെന്ന നിർദ്ദേശങ്ങളുമെല്ലാം ഭാരതത്തിലുണ്ടായത്. രതി ഒരു തിന്മയായതിനാൽ, ലൈംഗിക ജീവിതം ഒരു തിന്മയായതിനാൽ, ആ ലൈംഗിക ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് വനത്തിൽ പോയി തപസ് അനുഷ്ഠിച്ച് ദൈവാരാധനയിൽ മുഴുകി ജീവിതം തള്ളി നീക്കുന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന വീക്ഷണമാണ് ഹൈന്ദവതയിലെ ചില പ്രത്യേകമായ ചിന്താധാരകൾ മുന്നോട്ട് വെക്കുന്നത്. ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ച് തന്നെ ക്രിസ്തുമതത്തിന് പ്രത്യേകമായൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി തിന്നാൻ പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദയായി തീരുമാനിച്ചത് സ്ത്രീയാണ് എന്നും ആ തീരുമാനത്തിലേക്ക് പുരുഷനെ കൂട്ടി നയിച്ചു കൊണ്ടുപോയത് പെണ്ണാണ് എന്നും, അങ്ങനെ പെണ്ണിൻ്റെ പ്രേരണയ്ക്ക് വശംവദയായി ആണും പെണ്ണും സ്വർഗത്തിൽ വെച്ച് പടച്ചതമ്പുരാന്റെ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അവർക്ക് ലൈംഗികത എന്ന വികാരമുണ്ടായി എന്നും ആണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി മനുഷ്യർക്കുണ്ടായിത്തീർന്ന, യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ലാതിരുന്ന ഒരു മോശം വികാരമാണ് ലൈംഗികത എന്ന ധാരണ ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്നു.
പുതിയ നിയമത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും, സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. കഴിയുമെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നതാണ് എന്ന ജീവിത വീക്ഷണമാണ് ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീ മഠങ്ങളും അച്ഛന്മാരും എല്ലാം ലോകത്തുണ്ടായിത്തീർന്നതും വിവാഹ ജീവിതത്തിൽ നിന്ന് അവർ മാറി നിന്നതും തങ്ങൾ കർത്താവിൻ്റെ മണവാട്ടിമാരാണ് എന്ന് പറഞ്ഞതും ലൈംഗിക ജീവിതത്തെ തിരസ്കരിച്ചതുമെല്ലാം. ഈ രണ്ട് മതങ്ങൾ ലൈംഗികതയെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന പ്രതിലോമപരമായ ഈ ജീവിത വീക്ഷണവുമായി ഇസ്ലാമിനൊരു ബന്ധവുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലൈംഗികത ഒരു തിന്മയാണ് എന്നോ പാപമാണ് എന്നോ മോശം ഏർപ്പാടാണ് എന്നോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടേ ഇല്ല. അത് നാം മുസ്ലിങ്ങളാകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ മതങ്ങളുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങുകയും സെക്സ് ഒരു വൃത്തികേടാണ് എന്നൊരു തെറ്റുധാരണ നമ്മുടെ മനസ്സിൽ സ്ഥാനം നേടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് നാം ആശങ്കപ്പെടുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലൈംഗികത പടച്ച തമ്പുരാൻ മനുഷ്യന് നൽകിയ സവിശേഷമായ ഒരു അനുഗ്രഹമാണ് എന്നാണ്. ആ സവിശേഷമായ അനുഗ്രഹത്തെ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നതും അത് ആസ്വദിക്കുന്നതും അതിൻ്റെ സന്തോഷങ്ങൾ പങ്കിടുന്നതും തിന്മയല്ല, നന്മയാണ്, പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ള കാര്യമാണ് നിയമാനുസൃതമായ മാർഗത്തിലാണെങ്കിൽ. നിയമാനുസൃതമായ മാർഗത്തിൽ രതിസല്ലാപങ്ങളിൽ ഏർപ്പെടുന്നത് പടച്ച തമ്പുരാന് പ്രപഞ്ചനാഥന് ഇഷ്ടമുള്ള, പ്രപഞ്ചനാഥൻ വെറുക്കാത്ത, പ്രപഞ്ചനാഥൻ അനുവദിച്ചു തന്നിട്ടുള്ള പുണ്യകർമ്മമാണ് എന്ന വീക്ഷണമാണ് ഇസ്ലാമിനുള്ളത്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ലോകത്തേക്ക് ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവൻ ഭാര്യമാരെ സ്വീകരിച്ചവരും ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെട്ടവരും രതിസല്ലാപങ്ങളിൽ മുഴുകിയവരും ലൈംഗികതയുടെ ഗുണഫലങ്ങൾ സ്വീകരിച്ചവരുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പുണ്യമാണ്. പടച്ച തമ്പുരാന്റെ പക്കൽ നിന്ന് പരലോകത്ത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന നന്മയാണ് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചുരുക്കത്തിൽ നിയമാനുസൃതമായ മാർഗത്തിലൂടെയാണെങ്കിൽ, വിവാഹത്തിലൂടെയാണെങ്കിൽ ലൈംഗികത നന്മയാണ്, ധർമ്മമാണ്, ധാർമ്മികതയാണ്, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു അപകർഷതയും വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ആ പെണ്ണ് വിവാഹം ലൈംഗികത എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് ആകെ പതറി അങ്കലാപ്പിലായി പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ലൈംഗിക വീക്ഷണം നമ്മുടെ മനസ്സിലേക്ക് കയറാത്തത് കൊണ്ടാണ്. ഈ ലൈംഗിക പ്രകൃതി, ലൈംഗിക മനഃശാസ്ത്രം നമ്മൾ വസ്തുതാപരമായി ചർച്ച ചെയ്യുമ്പോൾ പെണ്ണിൻ്റെ ലൈംഗിക മനഃശാസ്ത്രവും ആണിൻ്റെ ലൈംഗിക മനഃശാസ്ത്രവും വ്യത്യസ്തമാണ്. അത് ഫെമിനിസ്റ്റുകൾ എത്ര വ്യത്യസ്തമല്ല എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചാലും അതൊരു വസ്തുതയായി ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക മനഃശാസ്ത്രത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച മനഃശാസ്ത്രജ്ഞന്മാരെല്ലാവരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഭൗതികവാദിയായ ഹാവ്ലോക്ക് എല്ലിസ്. ഈ ഭൗതികവാദിയായ ഹാവ്ലോക്ക് എല്ലിസ് അദ്ദേഹം ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക മനഃശാസ്ത്രത്തെ ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ച ഉപസംഹരിക്കുന്നത് വളരെ സുന്ദരമായ ഒരു പ്രസ്താവനയോടുകൂടിയാണ്. പുരുഷൻ അവൻ്റെ കാൽവിരൽ തുമ്പുവരെ പുരുഷനാണ്, സ്ത്രീ അവളുടെ കൈവിരൽ തുമ്പുവരെ സ്ത്രീയാണ് എന്നാണ് ഹാവ്ലോക്ക് എല്ലിസിൻ്റെ വിഖ്യാതമായ പ്രസ്താവന. ഇതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സത്യമുണ്ട്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക മനഃശാസ്ത്രവും ലൈംഗിക ശരീരശാസ്ത്രവും പരസ്പരം വ്യത്യസ്തമാണ്. ആ വ്യത്യാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായും മാനസികമായും ഒന്നിലധികം ജീവിത പങ്കാളികളെ സംതൃപ്തമായ നിലക്കു തന്നെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയും. ഇത് നമ്മളൊരു വസ്തുത എന്ന നിലക്ക് നാം മനസ്സിലാക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ അവന് നൽകിയ മാനസിക ശാരീരിക പ്രകൃതിയുടെ ഭാഗമായി ഒന്നിലധികം ഇണകളുമായി ലൈംഗിക സമ്പർക്കത്തിൽ ഏർപ്പെടാനും ആ ഇണകളെയെല്ലാം സംതൃപ്തിപ്പെടുത്താനും ആ ഇണകൾക്ക് ആവശ്യമായ രീതിയിൽ ജീവിതവും സ്നേഹവും നൽകാനും ഒരു പുരുഷന് കഴിയും. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിൻ്റെ മനസ്സിൽ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ
മറ്റൊരു പുരുഷനുമായി, ആ പുരുഷന് പുറമെ വേറൊരു പുരുഷനുമായി സംതൃപ്തമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ ആ പുരുഷന് ജീവിതം കൊടുക്കാനോ സ്നേഹം കൊടുക്കാനോ ഒരു പെണ്ണിന് കഴിയില്ല. അത് പെണ്ണിൻ്റെ ഒരു കുറ്റമല്ല. പെണ്ണിന് പടച്ച തമ്പുരാൻ നൽകിയ പ്രകൃതമനുസരിച്ച് ഒരു ഇണയുമായി മാത്രമേ സംതൃപ്തമായ ജീവിതം നയിക്കാൻ, ലൈംഗിക ജീവിതം നയിക്കാൻ സ്ത്രീക്ക് കഴിയൂ. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഇണകളുമായി, ഒന്നിലധികം സ്ത്രീകളുമായി സംതൃപ്തമായ രീതിയിൽ ലൈംഗിക ബന്ധം നയിക്കാൻ ഒരു പുരുഷന് കഴിയും. പടച്ച തമ്പുരാൻ നൽകിയ സവിശേഷമായ ഒരു അനുഗ്രഹമാണിത്. ഈ സവിശേഷത പല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായ തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുക എന്നത് അവരുടെ സംതൃപ്തമായ ലൈംഗിക ജീവിതത്തിന് മുന്നോട്ട് പോക്കിന് അനിവാര്യമായിരിക്കും. അനിവാര്യം എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാർക്കും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ കഴിയും, അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും, അവർക്ക് ജീവിതം നൽകാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷേ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ടത് ജീവിതത്തിലെ ഒരു അനിവാര്യതയായിരിക്കും. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ പച്ചയായി കാര്യങ്ങൾ പറയുന്നത് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ചില പുരുഷന്മാർക്കെങ്കിലും അവരുടെ ലൈംഗികമായ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ ഒരു ഇണ, ഒരു ഭാര്യ മതിയാകാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. ഒരു പുരുഷന്റെ അമിതമായ ലൈംഗികാസക്തി ആണ് ഞാൻ ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പുരുഷന്റെ അമിതമായ ലൈംഗികാസക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖം ആകെ ചുളുങ്ങിപ്പോവുകയും എന്തോ ഒരു വൃത്തികേട് കേട്ടതുപോലെ നമ്മുടെ തല കുനിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകേണ്ടതില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൈംഗികാസക്തി ഉണ്ടാകുന്നത് തിന്മയല്ല, പടച്ച തമ്പുരാൻ അയാൾക്ക് കൊടുത്തൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തോട് അയാൾ സൃഷ്ടിപരമായി പ്രതികരിച്ച് വിവാഹ ജീവിതത്തിലൂടെ മാത്രം തൻ്റെ ലൈംഗികമായ ചോദനകൾക്ക് നിവൃത്തി കണ്ടെത്തിയാൽ അതിൽ അധാർമികമായി യാതൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഭാര്യയുള്ളൊരു പുരുഷൻ ആ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ അയാൾക്ക് അസംതൃപ്തികൾ ഉള്ളതുകൊണ്ട് അയാൾ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കേണ്ടി വരുന്നു എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഒരു ഭാര്യയുമായി 100% സംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കുന്ന പുരുഷന്മാരിൽ ചിലർക്ക് പോലും, ചില പുരുഷന്മാർക്കെങ്കിലും നിലവിലുള്ള ഭാര്യയുമായുള്ള ജീവിതം, ലൈംഗിക ജീവിതം 100% സംതൃപ്തിദായകമാകുമ്പോൾ തന്നെ മറ്റൊരു ഇണയെ കൂടി സ്വീകരിക്കാഞ്ഞാൽ അവൻ്റെ ലൈംഗിക ചോദനകൾ പൂർണ്ണമായി സഫലമാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാം. ഇതൊരു സത്യമാണ്. നമ്മൾ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യോളജിക്കൽ സർവേകൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ പുരുഷന്മാർ നല്ലൊരു ശതമാനം നിയമാനുസൃതമായ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ തന്നെ അവർ ബ്ലൂ ഫിലിം കാണുന്നു, മിനിസ്ക്രീനിൽ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ കണ്ണ് നട്ടിരിക്കുന്നു, സ്വകാര്യ അവസരങ്ങളിൽ ഓഫീസിൽ അവരുടെ കൂടെയുള്ള ഓഫീസിലെ അസിസ്റ്റന്റുമാരുമായി, ഓഫീസിലെ കാൾഗേളുകളുമായി സല്ലപിക്കുന്നു, തരം കിട്ടിയാൽ അവർ വേശ്യാവൃത്തിക്ക് പോകുന്നു, അല്ലെങ്കിൽ വേശ്യകളെ സമീപിക്കുന്നു, പിന്നെ തെരുവിൽ പോകുന്നു, കാമനിവൃത്തി ഉണ്ടാകുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഗവൺമെൻറ് കുറച്ചു മുമ്പ് പുറത്തിറക്കിയിരുന്നൊരു പരസ്യം, എയ്ഡ്സിനെതിരെ പ്രതിരോധത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയിരുന്നൊരു പരസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് യാത്രക്ക് വേണ്ടി സ്യൂട്ട് കേസ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യ ഈ ഉറകൾ, കോണ്ടം കയ്യിലെടുത്ത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് ഇത് വെച്ചോ സുരക്ഷയ്ക്ക് നല്ലതാണ് എന്ന് ഭർത്താവിനോട് പറയുന്ന ചിത്രമാണ് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി സർക്കാർ പോലും പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പരസ്യം ഉൾക്കൊള്ളുന്ന പച്ചയായൊരു വസ്തുതയോട് വസ്തുനിഷ്ഠമായി സംവദിക്കാൻ നമുക്ക് കഴിയണം. സംതൃപ്തമായ 100% സംതൃപ്തമായ ലൈംഗിക ജീവിതം സ്വന്തം ഭാര്യയിൽ നിന്ന് ആസ്വദിക്കുന്ന ചില പുരുഷന്മാർക്കെങ്കിലും പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് അവരുടെ ലൈംഗിക വികാരങ്ങൾ ഒരു സ്ത്രീയിൽ മാത്രം പരിമിതപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഈ പുരുഷന്മാർ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന്, ഭൗതികവാദത്തിന് അതിൻ്റെതായ ഉത്തരങ്ങളുണ്ട്. ആ പുരുഷൻ പോയി ബ്ലൂ ഫിലിം കാണട്ടെ, ആ പുരുഷൻ പോയി ഫിലിം കാണട്ടെ, ആ പുരുഷൻ പോയി ടെലിവിഷനിൽ നോക്കട്ടെ, ആ പുരുഷൻ പോയി ചുവന്ന തെരുവിൽ പോകട്ടെ, ആ പുരുഷൻ പോയി വ്യഭിചാരിണിയെ സമീപിക്കട്ടെ, അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റട്ടെ. ഇതാണ് ഭൗതികവാദത്തിൻ്റെ ഉത്തരം. ഇസ്ലാം പറയുന്നു പാടില്ല. ഒരു പുരുഷന്
അവൻ്റെ സ്വന്തം ഭാര്യയിൽ നിന്നു മാത്രം അവൻ്റെ ലൈംഗിക വികാരങ്ങൾ സഫലമാകുന്നില്ലെങ്കിൽ അവൻ രണ്ടാമതൊരു സ്ത്രീയെ കൂടി മാന്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ചെലവുകൾ ഏറ്റെടുത്ത് അവളിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിച്ച് ധാർമ്മികമായി അവളെ വിവാഹം ചെയ്യട്ടെ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇങ്ങനെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ അവന് നൽകിയ പ്രകൃതിപരമായ സവിശേഷത ഉപയോഗപ്പെടുത്തേണ്ട അനിവാര്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതല്ലാതെയും സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ പരിശോധിക്കുക. ഒരു പുരുഷൻ അയാളൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത പുരുഷൻ ആ സ്ത്രീ വന്ധ്യയാണ് എന്ന് കരുതുക, കുട്ടികൾ ഉണ്ടാക്കാത്ത സ്ത്രീ, അല്ലെങ്കിൽ മാറാരോഗിയാണ് എന്ന് കരുതുക. ഈ പുരുഷൻ എന്ത് ചെയ്യണം? ഈ പുരുഷൻ ഈ പെണ്ണിനെ വിവാഹമോചനം ചെയ്യണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ വന്ധ്യയായൊരു സ്ത്രീയെ അവളുടേതല്ലാത്തൊരു കുറ്റത്തിന് വിവാഹമോചനം ചെയ്ത് ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയുക എന്ന് പറയുന്നത് കാരുണ്യമല്ല എന്ന് നമുക്കറിയാം. അതേസമയം ആ പുരുഷന് കുട്ടികൾ ഉണ്ടാകാനുള്ള, സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ആഗ്രഹമുണ്ട് താനും. ഇസ്ലാം പറയുക, ഒന്നിലധികം ഇണകളെ സംതൃപ്തിപ്പെടുത്താനുള്ള നിന്റെ പ്രകൃതിപരമായ സവിശേഷത ഉപയോഗിച്ച് നിനക്ക് വേണമെങ്കിൽ ഈ സ്ത്രീയെ നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമതൊരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതിൽ അധാർമികമായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ്. സാമൂഹികമായി തന്നെ ഇത് അനിവാര്യമാകുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾക്കറിയാം, സാധാരണ നിലയ്ക്ക് ഏത് സമൂഹത്തിലും പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തിനേക്കാൾ കുറവായിരിക്കും. ഇത് പ്രകൃതിപരമായി ഏത് സമൂഹത്തിലും സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീകളുടെ എണ്ണം കൂടുതലും പുരുഷന്മാരുടെ എണ്ണം കുറവുമായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ ചില പുരുഷന്മാരെങ്കിലും നിർബന്ധമായും ബഹുഭാര്യത്വം സ്വീകരിക്കാഞ്ഞാൽ, ഒന്നിലധികം ഇണകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാഞ്ഞാൽ, സമൂഹത്തിലെ ഏതാനും ചില സ്ത്രീകളെങ്കിലും വിവാഹ ജീവിതത്തിൻ്റെ സൗഭാഗ്യം ആസ്വദിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും എന്നതാണ് സത്യം. ഇങ്ങനെയെല്ലാം പരിശോധിക്കുമ്പോൾ ഒന്നിലധികം ഇണകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സംതൃപ്തമായ ലൈംഗിക ജീവിതം നൽകാനും പടച്ച തമ്പുരാൻ പുരുഷന് നൽകിയ പ്രകൃതിപരമായ സവിശേഷതയെ സൃഷ്ടിപരമായി വിനിയോഗിക്കേണ്ട അനിവാര്യമായ സന്ദർഭങ്ങൾ പോലും ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് ആമുഖമായി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ബഹുഭാര്യത്വം ഒരു മോശമായ ഏർപ്പാടല്ല എന്ന് പറയാനും, ലൈംഗികത ഒരു വൃത്തികേടല്ല എന്ന് പറയാനും, ഏതെങ്കിലും ആളുകൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചാൽ അതിൽ അധാർമികമായി യാതൊന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാനുമാണ്. ഇത് കേവലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ഒരു വിഷയമല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഹൈന്ദവ പുരാണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ദേവന്മാരുടെ ദേവനായി പരിചയപ്പെടുത്തപ്പെടുന്ന ഇന്ദ്രന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശ്രീരാമന്റെ പിതാവായ ദശരഥന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഇന്ത്യയിലുടനീളം ആരാധിക്കപ്പെടുന്ന ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. ബൈബിളിലേക്ക് കടന്നു വന്നാൽ പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുവിധമെല്ലാ ആളുകൾക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ് സത്യം. അത് യാക്കോബായാലും ദാവീദായാലും സോളമനായാലും അബ്രഹാം ആയാലും എല്ലാം ഒന്നിലധികം ജീവിത പങ്കാളികൾ, നിയമാനുസൃതമായി ഇണകൾ, ഭാര്യമാർ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചു. അതെന്തിനെന്നുള്ളതാണ്. അതെന്തിനെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചു എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ വിമർശകർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയാസക്തനായിരുന്നു, കാമഭ്രാന്തനായിരുന്നു എന്നാണ്. നമ്മൾ പരിശോധിക്കുക, എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്? മക്കയിൽ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് മക്കയുടെ സാമൂഹ്യ സാഹചര്യം എന്താണ്? അവിടെ ഉക്കാല ചന്തയിൽ അവിടുത്തെ സുന്ദരികളായ സ്ത്രീകൾ അവരുടെ മാറ് പ്രദർശിപ്പിച്ച്, പരസ്യമായി നഗ്നത പ്രദർശിപ്പിച്ച് ഉക്കാല ചന്തയിൽ വന്ന് നിന്നിരുന്ന വല്ലാത്തൊരു സാമൂഹ്യ സാഹചര്യം. ആ മക്കയിൽ വ്യഭിചാരം ഒരു തിന്മയായി പരിഗണിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വ്യഭിചാരം ഒരു തിന്മയായി പരിഗണിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും ആണും പെണ്ണും നഗ്നരായി കഅബ തവാഫ് ചെയ്തിരുന്ന സാമൂഹ്യ സാഹചര്യമാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. ഈ മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ മക്കയിൽ 53 വയസ്സ് വരെ ജീവിച്ചിട്ട് വ്യഭിചാരം ഒരു തിന്മയായി പോലും പരിഗണിക്കപ്പെടാത്തൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ട്
എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വ്യഭിചാരത്തിന് മുതിർന്നതായി, താൻ വിവാഹം കഴിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കിയതായി, ഏതെങ്കിലും ഒരു സ്ത്രീയെ പ്രാപിച്ചതായി വിമർശകർ തെളിയിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയാസക്തി നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. നമ്മളെപ്പോലെ വ്യഭിചാരം ഒരു തിന്മയായി നിഷിദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമൂഹത്തിലല്ല. പ്രവാചകനായതിന് ശേഷമുള്ള കാലം പോകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ പടച്ചതമ്പുരാന്റെ വഹി സ്വീകരിക്കാതെ ഒരു സാധാരണ മനുഷ്യനായി മക്കയിൽ ജീവിക്കുന്ന സമയത്ത് പോലും ഒരിക്കൽ പോലും അല്ലമീനായി, സത്യസന്ധനായി, വിശ്വസ്തനായി, മക്കക്കാരുടെ മുഴുവൻ ഇഷ്ടഭാജനമായി ജീവിക്കുന്ന കാലത്ത് മക്കയിലെ ഏത് പെൺകൊടിയെ ഒന്ന് കൈകൊട്ടി വിളിച്ചാലും ആ പെൺകൊടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഓടി വരുമായിരുന്ന കാലത്ത് മക്കയിലെ ഏത് സൗന്ദര്യധാമത്തെ വേണമെങ്കിലും സ്വന്തം കിടപ്പറയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ ഒരാളുടെയും ആക്ഷേപം ഭയക്കാതെ സാധ്യമാകുമായിരുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് ഒടുവിൽ 25 വയസ്സായ സമയത്ത് കോമളനായ ഉന്നത കുലജാതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം കഴിച്ചത് 40 വയസ്സായ വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയെ. ഇതിനു തന്നെയാണ് വിഷയാസക്തി എന്ന് പറയേണ്ടത്, അല്ലേ? ഇതിനു തന്നെയാണ് നമ്മൾ വിഷയാസക്തി എന്ന് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു ഖദീജ റളിയല്ലാഹു അൻഹയെ. ആ ഖദീജ റളിയല്ലാഹു അൻഹയോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിറയൗവനത്തിന്റെ ദീപ്തമായ 25 വർഷങ്ങൾ, 1/4 നൂറ്റാണ്ട് അദ്ദേഹം യൗവനം പിന്നിട്ട് മധ്യവയസ്സ് പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെ 50 വയസ്സ് വരെ 40 വയസ്സ് കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ എന്ന ജീവിത പങ്കാളിയെ അല്ലാതെ ഒരു ഭാര്യയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. അങ്ങനെ 50-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് അന്ന് പ്രായം 65 വയസ്സാണ്. ഈ 65 വയസ്സായ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ ഇവരുടെ ഭാഷയിൽ വിഷയാസക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വിവാഹം കഴിച്ചു 60 വയസ്സ് കഴിഞ്ഞ സൗദ റളിയല്ലാഹു അൻഹയെ. ഈ സൗദ റളിയല്ലാഹു അൻഹയും ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ തന്നെ ഒരു വിധവയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അത്ര തന്നെ പ്രായമുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായമുണ്ടായിരുന്ന ഒരു പെണ്ണാണ്. ഇതിലെവിടെയാണ് സഹോദരങ്ങളെ ലൈംഗികാസക്തി, വിഷയാസക്തി? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സംഭവിക്കുന്നത് ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കാനും അവർക്ക് ലൈംഗികമായി സംതൃപ്തി നൽകാനും പടച്ച തമ്പുരാൻ പുരുഷന് സവിശേഷമായൊരു കഴിവ് നൽകിയിട്ടുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നത് മോശമോ അധാർമികമോ ആയ ഒരു കാര്യമല്ല. ആ കഴിവ് ഒരു പുരുഷന് ഏത് രൂപത്തിലും ഉപയോഗപ്പെടുത്താം. ആ കഴിവ് വേണമെങ്കിൽ സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിച്ച് കേവലം ഒരു ഭോഗാസക്തിയുടെ തലത്തിൽ മാത്രം ഒരു പുരുഷൻ ഉപയോഗപ്പെടുത്താം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കന്യകകളായ സുന്ദരിമാരായ സമ്പന്നരായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവുണ്ടായിട്ടും ഒന്നിലധികം സ്ത്രീകൾക്ക് ലൈംഗികമായ സംതൃപ്തി നൽകാനുള്ള പടച്ച തമ്പുരാൻ കനിഞ്ഞരുളിയ സവിശേഷമായ കഴിവിനെ വിധവകളെയും അനാഥകളെയും ദരിദ്രരെയും സംരക്ഷിക്കുവാനുള്ള ശക്തമായൊരു സാമൂഹിക സംരക്ഷണ ഉപാധിയായി പരിവർത്തിപ്പിക്കുക എന്ന ഉജ്ജ്വലമായ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. പ്രവാചകന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തവരെല്ലാം ഒന്നുകിൽ വിധവകളായിരുന്നു, അല്ലെങ്കിൽ ദരിദ്രരായിരുന്നു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടി നടന്ന യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായ അവരുടെ ഭാര്യമാരായിരുന്നു. അതുമല്ലെങ്കിൽ ഇസ്ലാമുമായി അടുത്തു വന്ന ഗോത്രങ്ങളുമായി ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് അവരുമായി സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിവാഹങ്ങളായിരുന്നു. ഇതെല്ലാമായിരുന്നു. ഈ വിവാഹങ്ങൾ വഴിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒന്നിലധികം സ്ത്രീകളുമായി അവരുമായി ജീവിതം പങ്കിടാൻ പടച്ച തമ്പുരാൻ നൽകിയ കഴിവിനെ, ആ കഴിവിനെ വിധവാ സംരക്ഷണത്തിനും അനാഥ സംരക്ഷണത്തിനും ദരിദ്രരുടെ സംരക്ഷണത്തിനും ഇസ്ലാമിക രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയക്കുമെല്ലാം അനുഗുണമായ രീതിയിൽ അവരുടെ സൗന്ദര്യത്തിനും സമ്പത്തിനും പ്രായത്തിനും പ്രഥമ പരിഗണന നൽകുന്നതിന് പകരം മറ്റ് ഘടകങ്ങൾക്ക് പരിഗണന നൽകി ആ തലത്തിൽ അതിനെ ഉപയോഗിക്കുക എന്ന ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. പിന്നെ ആകെക്കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കന്യകയെ വിവാഹം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോഴും നമ്മുടെ ആൾക്കാർ പറയാം, എന്നാലും ആയിഷനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചില്ല എന്നാണ്. ഈ ചോദ്യം എവിടുന്ന് വരുന്നു?
ആയിഷ റളിയല്ലാഹു അൻഹ എന്ന കന്യകയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. സത്യം, കന്യകയെ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? കന്യകയുമായി ജീവിതം പങ്കിടുന്നത് തെറ്റാണോ? എവിടെ നിന്നാണ് നമ്മുടെ മനസ്സിലേക്ക് സെക്സ് വൃത്തികേടാണ് എന്ന വികൃതമായ വികലമായ ഹൈന്ദവ ക്രൈസ്തവ ബ്രഹ്മചര്യത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്? എവിടെ വെച്ചാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിന് പിന്നിൽ പോലും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നത്തിൽ പടച്ച തമ്പുരാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വന്തം ജീവിതത്തിലേക്ക് പറിച്ചിടുകയും ചെയ്തതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം കേവലം 18 വയസ്സാണ്. അത്ര ചെറുപ്പത്തിൽ യൗവനയുക്തയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന വേറെ ഭാര്യ പ്രവാചകനില്ല. ആ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് പതിറ്റാണ്ടുകളോളം മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ ജീവിച്ചിട്ട് പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, പ്രവാചകൻ കിടപ്പറയിൽ എങ്ങനെയായിരുന്നു, പ്രവാചകൻ അടുക്കളയിൽ എങ്ങനെയായിരുന്നു, പ്രവാചകൻ കുടുംബക്കാരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നെല്ലാം കൃത്യമായി പ്രവാചകനുമായുള്ള സഹവാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൗവനയുക്തമായ ഓർമ്മശേഷിയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു. അങ്ങനെ മുസ്ലിം സമൂഹത്തിന് പ്രവാചകന്റെ ഗൃഹാന്തരീക്ഷത്തിൻ്റെ കൃത്യമായൊരു ചിത്രം പകർന്നു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി കൂടി ആയിരിക്കണം ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് പടച്ചതമ്പുരാൻ പറിച്ചു നട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും പ്രവാചകന്റെ ബഹുഭാരിത്വത്തിൽ അധാർമികമായി മാനവികതയ്ക്ക് വിരുദ്ധമായി യാതൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. നമ്മുടെ പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ വളരെ ക്ഷമാപണ സ്വരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ കുടുങ്ങി എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരു തലത്തിലും ഒരു ക്ഷമാപണ രൂപത്തിലുള്ള ഒരു സംസാരം നമ്മളിൽ നിന്ന് ഏതായാലും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വം അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ജീവിത മാതൃകകളെയും പോലെ ഉജ്ജ്വലമായ മാനവികമായ വിശിഷ്ടമായൊരു ജീവിത മാതൃകയാണ്. അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട അധാർമികമായ യാതൊന്നും തന്നെ ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. സൃഷ്ടികർത്താവായ അള്ളാഹു തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജിന്നുകൾക്ക് മാർഗദർശനമായി നൽകിയ മതമായ ഇസ്ലാം, ആ പേരിൽ മാത്രമാണ് മുസ്ലിങ്ങൾ അള്ളാഹും റസൂലും മുസ്ലിങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത്. ഇസ്ലാം എന്ന പേരിൽ മാത്രമാണ്. മുഹമ്മദീയ മതം, മുഹമ്മദൻസ് റിലീജിയൻ എന്ന പേര് വെച്ച് പലരും ഇസ്ലാമിനെ പരാമർശിക്കാറുണ്ട്. ഈ പരാമർശം ആരിൽ നിന്നാണ് തുടങ്ങുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് മുസ്ലിങ്ങൾ സ്വയം പരിചയപ്പെടുത്താറുള്ളത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ പലപ്പോഴും മുസ്ലിങ്ങളെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന പ്രഭാഷണങ്ങളിലുമെല്ലാം മുഹമ്മദന്മാർ എന്നൊരു പരാമർശം അല്ലെങ്കിൽ മുഹമ്മദീയ മതക്കാർ എന്നൊരു പരാമർശം കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത്, അതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചൊരു മതമല്ല. മറിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മനുഷ്യാരംഭം മുതൽക്ക് തന്നെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്യുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ദൈവികമായ ആദർശമാണ് ഇസ്ലാം. അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്ഥാപിച്ച ഒരു ആദർശമല്ല. പിന്നെ ഈ മുഹമ്മദൻ എന്ന പ്രയോഗം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ് ഏകദേശം 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള വ്യാപകമായ പരിശ്രമങ്ങൾ അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെയും ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയും അവർ ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റായ ധാരണകൾ പൊതുസമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർ പൊതുസമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചൊരു കാര്യം, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന വ്യക്തിയെ ആരാധിക്കുന്ന, മുഹമ്മദിനെ പൂജിക്കുന്ന ബഹുദൈവാരാധകരായൊരു ജനസമൂഹമാണ് എന്ന്. അങ്ങനെ മുഹമ്മദിനെ പൂജിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് മുഹമ്മദൻ എന്ന വാക്ക് അവരുണ്ടാക്കിയതും മുഹമ്മദന്മാർ എന്ന വാക്കിന് ലോകത്ത് പ്രചാരം നൽകിയതും.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന ബഹുദൈവാരാധകരായ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന ധാരണ വളർത്തുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടൊരു പദമാണ് ഇത്. ആ പദം അടിസ്ഥാനരഹിതമാണ്. മുസ്ലിങ്ങൾ ആരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുകയോ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അദ്ദേഹത്തെ വിളിച്ച് സഹായമർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പടച്ചതമ്പുരാനിൽ നിന്നുള്ള ദിവ്യബോധനങ്ങൾ വഹി ലഭിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായൊരു പദപ്രയോഗമാണിത്. ആ പദപ്രയോഗം അടിസ്ഥാനരഹിതമാണ് എന്ന് നമ്മുടെ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. ഇസ്ലാം നിഷ്കർഷിക്കുന്ന പ്രസ്താവന അനുസരിച്ച് നമ്മളെ ഗോളശാസ്ത്രവും ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ നോക്കുന്ന ഈ സാധാരണഗതിയിൽ നാട്ടിൽ വീടൊക്കെ വെക്കുമ്പോൾ സാധാരണ ആശാരി വന്ന് നോക്കുക ആ ഒരു സംഭവം ഏതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഗോളശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ ആസ്ട്രോണമി, അത് നമ്മൾ ഇസ്ലാം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അതോ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും നമ്മളത് വീടെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ആശാരി വന്ന് കുറ്റിയടിക്ക് അവിടെ കന്നിമൂല അവിടെ പറ്റൂല ഇവിടെ പറ്റൂല നമുക്ക് പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തകരും അത് അനുകരിച്ച് പോവുകയാണ്. സുഹൃത്തിൻ്റെ ചോദ്യം ഗോളശാസ്ത്രം അല്ലെങ്കിൽ അസ്ട്രോണമിയെ ഇസ്ലാം എന്തുമാത്രം പിന്തുണക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത് കന്നിമൂലമക്കും കാര്യങ്ങൾക്കും വീടിൻ്റെ ഇതുപോലുള്ള ജ്യോത്സ്യന്മാരും പണിക്കന്മാരും വാസ്തു ശാസ്ത്രം അല്ലെങ്കിൽ തച്ചുശാസ്ത്രം എന്നൊക്കെ പറയുന്ന വിജ്ഞാന ശാഖയുടെ വക്താക്കളുമെല്ലാം പറയുന്ന കാര്യങ്ങളിലേക്കാണ്. യഥാർത്ഥത്തിൽ അസ്ട്രോണമിയും ഇതും തമ്മിലൊരു ബന്ധമില്ല. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്ര ശാഖയാണ്. അത് ഫിസിക്സിൻ്റെ ഒരു ശാഖയാണ്. ആ ശാഖ ഖഗോളശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാം. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശഗോളങ്ങളെക്കുറിച്ചുമെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന, ഭൗതികമായി പഠിക്കുന്ന, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു വിജ്ഞാന ശാഖയാണ് യഥാർത്ഥത്തിൽ. ആകാശങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം പഠിക്കാൻ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് ശക്തമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾ അസ്ട്രോണമിയുടെ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്ത് അസ്ട്രോണമി ഒരു വിജ്ഞാന ശാഖയായി കൃത്യമായി വികസിപ്പിച്ചതുപോലും മുസ്ലിങ്ങളാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സുഹൃത്ത് ഉദ്ദേശിച്ചത് അസ്ട്രോണമി അല്ല, അസ്ട്രോളജിയാണ്. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രമല്ല, ജ്യോതിഷമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല, അന്ധവിശ്വാസമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചില നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും എല്ലാം സ്ഥാനം കൃത്യമായി കണക്കാക്കി, മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാളും നക്ഷത്രവും നോക്കുക എന്ന് പറയും. അങ്ങനെ നാളും നക്ഷത്രവും നോക്കിയിട്ട് അത് നമ്മൾ ജനിച്ച സമയത്ത് ആ സമയത്തെ ഗ്രഹനില എങ്ങനെയായിരുന്നു, ആ സമയത്ത് ഇന്ന ഗ്രഹം എവിടെയായിരുന്നു, ഇന്ന നക്ഷത്രം എവിടെയായിരുന്നു, ചന്ദ്രൻ എവിടെയായിരുന്നു എന്നെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളെ പ്രവചിക്കുന്ന വിദ്യക്കാണ് ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പറയുന്നത്. ഇത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. യഥാർത്ഥത്തിൽ എന്താന്ന് ചോദിച്ചാൽ, ആകാശത്ത് നക്ഷത്രം ഉദിക്കുന്നതും ചന്ദ്രൻ വരുന്നതും ഗോളങ്ങൾ കറങ്ങുന്നതും ഒന്നും ഭൂമിയിൽ നമ്മൾ ഈ ചെറിയൊരു ഭൂമി എന്ന് പറഞ്ഞൊരു ഗോളത്തിൽ അതിനിസ്സാരന്മാരായ മനുഷ്യന്മാർ ജനിക്കുന്നോ മരിക്കുന്നോ എന്ന് നോക്കിയിട്ടല്ല. അത് കൃത്യമായി പടച്ചതമ്പുരാൻ്റെ കണക്കനുസരിച്ച് വളരെ വ്യവസ്ഥാപിതമായി പ്രപഞ്ചാരംഭം മുതൽക്ക് തന്നെ വളരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് മനുഷ്യ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളുമായി സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ആ ഇബ്രാഹിം എന്ന മകൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൻ മരിച്ചതുകൊണ്ട് സൂര്യന് പോലും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പള്ളിയിലേക്ക് വന്നിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല. സൂര്യനും ചന്ദ്രനും പടച്ചതമ്പുരാന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അവക്ക് ഗ്രഹണം ബാധിക്കുന്നത് പടച്ചതമ്പുരാന്റെ നിശ്ചയമനുസരിച്ച് മാത്രമാണ്. ജനിമൃതികളുമായി അതിനൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ച് ഒരു
അന്ധവിശ്വാസത്തെ വേരോടെ പിഴുതെറിയുകയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും കൂട്ടിച്ചേർത്ത് വ്യവഹരിക്കപ്പെടുന്ന ഒരു രീതി ഭാരതീയമായൊരു പശ്ചാത്തലത്തിലുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ അസ്ട്രോണമേഴ്സ് തന്നെ ആയിരുന്നു അസ്ട്രോളജേഴ്സ് എന്നുള്ളതാണ്. പ്രാചീന കാലത്ത് ഭാരതീയ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരേ സമയം ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു, അതേസമയം ജ്യോതിഷത്തിൻ്റെ വക്താക്കളുമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ പുസ്തകങ്ങളിൽ ഇത് രണ്ടും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ചതുകൊണ്ട് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒന്നാണ് എന്നൊരു തെറ്റുധാരണ സമൂഹത്തിൽ വളർന്നതാണ്. ജ്യോതിശാസ്ത്രം വസ്തുനിഷ്ഠമായ ഒരു ഭൗതിക ശാസ്ത്ര ശാഖയാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. ജ്യോതിഷം അത് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു അന്ധവിശ്വാസമാണ്. ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത, ഒരു വേള ബഹുദൈവാരാധനാപരമായ ഒരു മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്തൊരിതാണ്. ഇപ്പോൾ ഭാരതീയ ജ്യോതിഷം എന്നെല്ലാം പറഞ്ഞാൽ കേവലം ഭാഗ്യനിർഭാഗ്യങ്ങൾ മാത്രമല്ല, പടച്ചതമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ ആത്യന്തികമായി നിശ്ചയിക്കുന്നത് എന്ന നമ്മുടെ വിശ്വാസത്തെ അത് ചോദ്യം ചെയ്യുന്നു എന്നതിലപ്പുറം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം ദേവന്മാരായി സങ്കല്പിക്കുകയും അവക്ക് കഴിവുകൾ ആരോപിക്കുകയും അവ നമ്മിൽ പ്രസാദിക്കുകയും കോപിക്കുകയും എല്ലാം ചെയ്യും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പടുവിഡ്ഢിത്തങ്ങളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം. ആ ജ്യോതിഷം അംഗീകരിക്കാൻ മുസ്ലിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. പിന്നെ സുഹൃത്തിൻ്റെ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടെടുക്കുമ്പോൾ അത് ഇന്ന ഭാഗത്തേക്ക് തിരിച്ചെടുത്താൽ ഇന്ന ദോഷം, ഇന്ന ഭാഗത്തേക്ക് എടുത്താൽ ഇന്ന പ്രശ്നം എന്നെല്ലാം പറഞ്ഞ് ജ്യോത്സ്യന്മാരും പണിക്കന്മാരും എല്ലാം പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന ഭാഗത്തേക്ക് ഒരു റൂം തിരിച്ചെടുത്താൽ അവിടെ ജനാലയെ കൂടെ വല്ലാതെ വെയിൽ വരും, അതുകൊണ്ട് അങ്ങോട്ട് റൂം തിരിച്ചെടുക്കരുത് എന്നൊരാൾ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ അതേസമയം ഇന്ന സ്ഥലത്തേക്ക് തിരിച്ച് നിങ്ങൾ വീടെടുത്താൽ നിങ്ങൾക്ക് കുരുത്തക്കേട് പറ്റും, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ഗ്രഹനില അല്ലെങ്കിൽ ഇവരുടെ വാസ്തുവിദ്യയിൽ പറയുന്ന എന്തെങ്കിലും ഒരു നിയമം ലംഘിക്കപ്പെടുന്നു, അതുമല്ലെങ്കിൽ ഇന്ന ആളുടെ വെറുപ്പ് നിങ്ങൾ സമ്പാദിക്കും, അല്ലെങ്കിൽ ഇന്ന പുണ്യപുരുഷന്റെ കുരുത്തക്കേട് നിങ്ങൾക്ക് പറ്റും എന്നൊരാൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു നിലക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ എന്തു വരണം എന്തു വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഗ്രഹങ്ങളോ ഗ്രഹനിലകളോ നക്ഷത്രങ്ങളോ ജ്യോത്സ്യന്മാരോ പണിക്കന്മാരോ ഒന്നുമല്ല, മറിച്ച് പടച്ചതമ്പുരാനാണ്. അത് ഭൗതികമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ വീട് നിർമ്മാണത്തെ നാം ക്രമീകരിക്കേണ്ടത്. അതല്ലാത്ത അഭൗതികമായ രീതിയിൽ നമ്മെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് ആര് പറഞ്ഞാലും അവരുടെ വാക്ക് തള്ളിക്കളയുകയാണ് ഏകദൈവ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധക്കൊതിയാണെന്ന് പലപ്പോഴും വിമർശനം. അതുപോലെ തന്നെ മദീനത്തൊരു സാമ്രാജ്യം ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും സഹാബികളെയും സൈന്യങ്ങൾ അയച്ച് നിർബന്ധ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും നിർബന്ധം വഴങ്ങാത്തവരെ യുദ്ധം ചെയ്യുകയും, അതിനുള്ള എന്താണ് നമുക്ക് മറുപടി പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധക്കൊതിയനാണ് എന്ന ആരോപണം നിലനിൽക്കുന്നു. മദീന എന്ന സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് അദ്ദേഹം സൈന്യത്തെ പല ഭാഗത്തേക്കും പറഞ്ഞയച്ചിട്ട് നിർബന്ധ മതപരിവർത്തനത്തിനും മറ്റും ശ്രമിച്ചു എന്ന് വിമർശകർ പറയുന്നു എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും സൈന്യങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാകുമോ എന്നതാണ് നമ്മുടെ പ്രശ്നം. എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങൾ ചെയ്തത്? വളരെ വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വം പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ 13 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ മക്കയിൽ അദ്ദേഹവും അനുചരന്മാരും ജീവിക്കുന്നത് കടുത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് എന്ന് നമുക്കറിയാം. ഈ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നപ്പോഴൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുയായികളോ ആയുധമെടുക്കുകയോ മക്കക്കെതിരെ കലാപത്തിനൊരുങ്ങുകയോ മക്കയിൽ കുഴപ്പം സൃഷ്ടിക്കുകയോ മക്കയിലെ ആരെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും കൊലവിളിക്കുകയും തെറിവിളിക്കുകയും അദ്ദേഹത്തെ പട്ടിണിക്കിടുകയും വധിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചില അനുയായികളെയെല്ലാം വധിക്കുകയുമെല്ലാം ചെയ്തിട്ടും ഇത് എന്തിൻ്റെ പേരിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആളെ പോയി കൊന്നതിൻ്റെ പേരിലല്ല ഈ പീഡനങ്ങളൊന്നും അദ്ദേഹം സഹിച്ചത്.
അദ്ദേഹം ആകെ പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ജീവിതത്തിൽ ധാർമ്മികത പുലർത്തണം എന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും വിഗ്രഹാരാധന പാപമാണ് എന്നും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹവും അനുയായികളും ക്രൂരമായി വേട്ടയാടപ്പെട്ടു മക്കയിൽ 13 വർഷം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 13 വർഷക്കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് മക്കയിൽ ഇനി ജീവിതം തുടരുക അസാധ്യമാണ് എന്ന് തിരിച്ചറിയുകയും മദീനയിലേക്ക് പോവുകയും മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു എന്നെല്ലാം വിമർശകർ പറയുന്നത് കേട്ടാൽ നമ്മൾക്ക് തോന്നുക മദീന സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഒരു രമ്യഹർമ്മം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പടുകൂറ്റൻ കൊട്ടാരത്തിൽ കിങ്കരന്മാരുടെയും പരിവാരങ്ങളുടെയും നടുവിൽ ചെങ്കോലുമായി സിംഹാസനത്തിൽ പിന്നെ എല്ലാവിധ സുഖാഡംബരങ്ങളുടെയും നടുവിലിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ ചിത്രം മുഹമ്മദ് നബി മദീനയിൽ സാമ്രാജ്യം സ്ഥാപിച്ചു എന്നെല്ലാം പറയുമ്പോൾ പല ആളുകളുടെയും മനസ്സിലുണ്ടാവാറുണ്ട്. നിങ്ങൾക്കറിയുമോ മദീന സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആ നാട്ടിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ അടുപ്പ് പുകയാതെ മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണമുള്ള സന്ദർഭത്തിൽ പോലും ഈത്തപ്പഴവും പച്ചവെള്ളവുമാണ് ഉണക്കറൊട്ടിയുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറയുന്ന മദീന സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കെ അദ്ദേഹം കിടന്നുറങ്ങുന്നത് പിന്നെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച പായയിലാണ്. ആ പായയിൽ കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് പാടുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഉമർ റളിയല്ലാഹു അൻഹു പേർഷ്യയിലെയും റോമിലെയും രാജാക്കന്മാർ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ അങ്ങ് ഈ പായയിൽ കിടന്നുറങ്ങി പുറത്ത് പാടുകൾ ഉണ്ടാകുന്നു എന്ന് പ്രതികരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകത്ത് ഈ രൂപത്തിലൊക്കെ നമുക്ക് ജീവിച്ചാൽ മതി എന്ന് മറുപടി പറയുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു രാഷ്ട്രമോ ഒരു സാമ്രാജ്യമോ ഒരു കൊട്ടാരമോ ഒന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. മദീന രാഷ്ട്രത്തിൻ്റെ അധിപനായിരിക്കുമ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായി പനയോലയിൽ കിടന്നിറങ്ങി പട്ടിണി കിടന്ന് പുകയാത്ത അടുപ്പുമായി ജീവിതം കഴിച്ചുകൂട്ടി ഉണക്കറൊട്ടിയും ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ച് വിശപ്പടക്കി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പിന്നെ എന്തിനു വേണ്ടിയാണ് ഒരു രാഷ്ട്രം സ്ഥാപിച്ചത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ ചില തലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇസ്ലാമിന് നീതിയുമായും കാരുണ്യവുമായും ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്ത് എല്ലാവരും കരുണയിലും സ്നേഹത്തിലും സമാധാനത്തിലുമാണ് കഴിയേണ്ടത് എന്നാണ്. എന്നാൽ ഒരു നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ അവർ നിയമം കയ്യിലെടുക്കുകയും അവർ താന്തോന്നികളാവുകയും അവർ മറ്റുള്ളവരെ മർദ്ദിച്ചൊതുക്കുകയും മറ്റുള്ളവർക്ക് നേരെ പീഡനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം. മക്കയിൽ സംഭവിച്ചതുപോലെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ മക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ ദുരാചാരങ്ങളിൽ നിന്ന് അവിടുത്തെ ബഹുജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന കാരുണ്യപൂർവമായ ദൗത്യം നിർവഹിക്കാൻ ശ്രമിച്ചപ്പോൾ മക്കയിലെ കയ്യൂക്കുണ്ടായിരുന്ന ആളുകൾ, ആയുധബലമുണ്ടായിരുന്ന ആളുകൾ അവരെ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്. ഇവിടെ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടക്കുകയാണ്. ആ കാര്യം ഒരു വിഭാഗം കയ്യൂക്കുണ്ട് എന്നതിൻ്റെ പേരിൽ മർദ്ദകരാവുകയും അവർ സാധാരണക്കാരായ മനുഷ്യരെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ആദർശം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അടിച്ചമർത്തുകയും അവരെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു വസ്തുതയുണ്ട്. ഒരു ന്യൂനപക്ഷം മർദ്ദകരായി ഒരു ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ ദുർബലരായൊരു വിഭാഗത്തെ മർദ്ദിച്ച് അടിച്ചമർത്തി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിക്കുമ്പോൾ അവിടെ കാരുണ്യം എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് ആ മർദ്ദകന്റെ കൈക്ക് പിടിക്കലും മർദ്ദിതരെ ആ മർദ്ദകരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കലുമാണ്. ഇത് ഏതൊരു സമൂഹത്തിലും നമ്മൾ നിർവഹിക്കേണ്ട ഒരു സാമൂഹിക ദൗത്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചത് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു മർദ്ദക ഭരണാധികാരിയുടെ കീഴിൽ മർദ്ദകരായൊരു ജനസമൂഹത്തിൻ്റെ കീഴിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികളായി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുക ഈ മർദ്ദകരുടെ കൈക്ക് പിടിച്ച് ആരെങ്കിലും ഒരു നാൾ നമ്മെ ഈ മർദ്ദകരിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് തന്നെയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സ്വന്തം ജന്മനാട്ടിൽ മർദ്ദനങ്ങളേറ്റ് ജീവിക്കുന്നു. ഒരു തെറ്റും ചെയ്തതിൻ്റെ പേരിലല്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രമല്ല, സ്വന്തം നാട്ടിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നു, വേറെ നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്നു. അവിടെയും നിന്നില്ല. മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിച്ച് അവിടെ പോയി സ്വസ്ഥമായി ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മദീന എന്ന രാഷ്ട്രത്തെ പോലും തകർക്കാനും അടിവേരോടെ പിഴുതെറിയാനുമുള്ള പരിശ്രമങ്ങൾ മക്കയിലെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മദീനക്ക് നേരെ സൈനികമായ സന്നാഹങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മർദ്ദകരുടെ കൈക്ക് പിടിക്കാതിരുന്നാൽ, ഈ മർദ്ദകരെ പ്രതിരോധിക്കാതിരുന്നാൽ, ഈ മർദ്ദിതരായ ജനവിഭാഗം ഭൂമുഖത്ത് നിന്ന് മുച്ചൂടും നശിപ്പിക്കപ്പെടുകയും ഇസ്ലാം എന്ന ആദർശം തന്നെ ഇല്ലാതാവുകയും പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കണം എന്ന സത്യം ലോകത്ത് വിളിച്ചു പറയാൻ ആളില്ലാതാവുകയും ചെയ്യും. അത്തരമൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്ര നായകൻ എന്ന അർത്ഥത്തിൽ, മദീനയുടെ അധിപൻ എന്ന അർത്ഥത്തിൽ, നീതി സ്ഥാപിക്കേണ്ട ഭരണാധികാരി എന്ന അർത്ഥത്തിൽ, മർദ്ദകന്റെ കൈപിടിക്കുകയും മർദ്ദിതരെ വിമോചിപ്പിക്കുകയും ചെയ്യേണ്ട പ്രവാചകൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. മക്കയിലെ അക്രമികളെ, മർദ്ദകരെ, കയ്യൂക്ക് കാണിക്കുന്നവരെ ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ നിയതമായ സൈന്യത്തെ ഉപയോഗിച്ച് യുദ്ധം നടത്തി അവരെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഈ മർദ്ദനം കാലാകാലവും തുടരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയുമായി യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന യുദ്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കയുമായി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറേബ്യയിലെ മറ്റു ചില ഗോത്രങ്ങളുമായി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റോമാ സാമ്രാജ്യവുമായി പോലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധങ്ങളുടെയുമെല്ലാം അടിസ്ഥാനം ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവർ കയ്യൂക്ക് കാണിച്ച് ജനങ്ങളെ മർദ്ദിക്കുകയും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ രാഷ്ട്രത്തിലെ പ്രജകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഭരണാധികാരി എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരവാദിത്തം നിർവഹിക്കുകയും യുദ്ധം ചെയ്യുകയും മാത്രമാണ് ചെയ്തത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട്, ചോര ചിന്താൻ ആഗ്രഹമുള്ളതുകൊണ്ട് യുദ്ധം ചെയ്തൊരു പ്രവാചകനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ജീവിക്കുന്നു. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഒരു ശത്രു സൈന്യം ഇങ്ങോട്ട് വരുന്നു, ഇന്ത്യയെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യയിലെ പ്രജകളെ കൊന്നൊടുക്കാൻ വേണ്ടി. ഈ സമയത്ത് നമ്മുടെ ഭരണാധികാരികൾ അഹിംസ, സ്നേഹം, ബുദ്ധന്റെ നാട്, ഗാന്ധിജിയുടെ നാട് എന്നെല്ലാം പ്രസംഗിച്ചിട്ട് ഈ വരുന്ന ആക്രമണകാരികളെ പ്രതിരോധിക്കാതെ, പ്രത്യാക്രമണം നടത്താതെ, അവരോട് യുദ്ധം ചെയ്യാതെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ നമ്മളെന്ത് പറയും? അവർ ചെയ്തത് ശുദ്ധ തോന്നിവാസമാണെന്ന് നമ്മൾ പറയും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള പ്രജകളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അത് അനീതിയാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. അത് നീതിയാണ്, കാരുണ്യമാണ്. കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട ധാർമ്മികമായ, മാനവികമായ ദൗത്യമാണ്. അതിൽ അധാർമികമായി യാതൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലീം. ഗുജറാത്ത് മോഡലിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ നമുക്കതെടുക്കാൻ പറ്റുമോ? ആ ഭരണാധികാരികൾ തന്നെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർദ്ദകന്റെ കൈ പിടിച്ചു, മർദ്ദിതരെ വിമോചിപ്പിച്ചു എന്നെല്ലാം പറയുമ്പോൾ ചോര തിളക്കണ കുറേ ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർദ്ദകന്റെ കൈപ്പിടിച്ച് കയ്യൂക്ക് കാണിച്ച് വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിച്ച മക്കക്കാരിൽ നിന്ന് അവിടുത്തെ വിശ്വാസികളെ വിമോചിപ്പിച്ച് മദീനയിൽ കൊണ്ടുവന്ന് മദീനയുടെ രാഷ്ട്രനായകന്റെ നേതൃത്വത്തിൽ യുദ്ധം നടത്തി ഇസ്ലാമിനെ ലോകത്ത് നിലനിർത്തി എന്നെല്ലാം പറയുമ്പോൾ ചില ആൾക്കാരെ തലച്ചോറ് നേരെ പോകുന്നത് ഗുജറാത്തിൽ കുറേ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഭീവണ്ടിയിൽ പണ്ട് കലാപുണ്ടായി, അഹമ്മദാബാദിലെ കലാപുണ്ടായി, അവിടെ എല്ലാം മർദ്ദകരെ കൈപിടിക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടി രാത്രി കരാട്ടെ പരിശീലനം നടത്തി മെഴുകുതിരി വട്ടത്തിൽ ഖുർആൻ ക്ലാസ് നടത്തിയാലേ മുസ്ലിം സമുദായം രക്ഷപ്പെടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ നിലപാടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനൊരു ബന്ധവും ഇല്ലാന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. എന്താന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ 13 വർഷക്കാലം ജീവിച്ചു. ഈ 13 വർഷക്കാലം ജീവിക്കുന്ന സമയത്ത് ശക്തമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല ഇട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്.
അദ്ദേഹം അദ്ദേഹത്തെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ബിലാലിനെയും ഖബ്ബാബിനെയും റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ കിടത്തി അതിക്രൂരമായി കല്ല് നെഞ്ചത്ത് മാറത്ത് കയറ്റി വെച്ച് പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യ സുമയ്യ റളിയല്ലാഹു അൻഹയെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ട് ശരീരത്തിൻ്റെ മർമ്മസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയ നീചവും നികൃഷ്ടവുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സാമൂഹികമായ ബഹിഷ്കരണത്തിൻ്റെ ഫലമായി പച്ചില മാത്രം തിന്ന് ജീവിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ 13 വർഷക്കാലം ജീവിച്ചിട്ട് ധീരവീരശൂരരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പോലുള്ള അനുയായികൾ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൂട്ടി സായുധമായ പരിശീലനം നൽകിയോ അവരെ ഓരോരുത്തരെയും ഓരോ വാളേൽപ്പിച്ച് പോയ അബൂലഹബിൻ്റെയും അബൂജഹലിൻ്റെയും അബൂ സുഫിയാൻ്റെയും എല്ലാം തലെടുത്തിങ്ങോട്ട് വാ എന്ന് ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അഖബ ഉടമ്പടി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായൊരു അധ്യായമുണ്ട്. മദീനയിലെ പൗരന്മാരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ കരാർ, ഞങ്ങൾ മദീനയിലേക്ക് വരാം, ഞങ്ങൾക്ക് മദീനയിൽ സംരക്ഷണം നൽകണം, അവിടെ ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാൻ സഹായം നൽകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കരാർ. ഈ കരാറിൻ്റെ സമയത്ത് അബ്ബാസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വാളൂരിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മക്കയിലെ ബഹുദൈവാരാധകരോട് പോയി ഞാൻ പ്രതികാരം ചോദിക്കട്ടെ നബിയെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാള് ഉറയിലേക്ക് തന്നെ തിരിച്ചിടാൻ പറഞ്ഞ് അദ്ദേഹത്തെ പ്രതികാരത്തിന് സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ഷമയുടെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മഹത്തായൊരു പാഠമാണ്. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയ ശേഷം, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നായകനായ ശേഷം, ആ രാഷ്ട്രത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ഒരു രാഷ്ട്രനായകൻ എന്ന അർത്ഥത്തിൽ സൈനികമായ പ്രതിരോധങ്ങളും പ്രത്യാക്രമണങ്ങളും ഇടപെടലുകളും എല്ലാം നടത്തിയിട്ടുണ്ട് താനും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വളരെ അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. ഇസ്ലാമിൽ ആയുധം പ്രയോഗിക്കാൻ, നിയമം നടപ്പിലാക്കാൻ, നീതി അധികാരമുപയോഗിച്ച് നീതി വാഴ്ച ഉറപ്പുവരുത്താൻ അധികാരമുള്ളത് രാഷ്ട്രത്തിനു മാത്രമാണ്, രാഷ്ട്ര സംവിധാനത്തിനു മാത്രമാണ്. ഇസ്ലാമിലെ ആയുധ പ്രയോഗങ്ങൾ അങ്ങനെ മാത്രമാണ്. ഒന്നുകിൽ പ്രതിക്രിയ എന്ന നിലയ്ക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിലെ കോടതികൾക്ക് വധശിക്ഷ വിധിക്കാനുള്ള അവകാശമുണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന് കീഴിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ശത്രുക്കളെ കൊല്ലുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ സ്വതന്ത്രമായി അവിടെ എന്തു തന്നെ അനീതി ഉണ്ടായാലും സ്വന്തം കയ്യിൽ ആയുധമെടുത്ത് സ്വന്തമായ നിലക്ക് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല. ഇസ്ലാം അതിനെ വിളിക്കുന്നത് കലാപം എന്നാണ്, ഫിത്ന എന്നാണ്, ഫസാദ് എന്നാണ്, കുഴപ്പം എന്നാണ്. ആ കുഴപ്പത്തിന് ഇസ്ലാമിൽ ഒരു തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇത്രത്തോളം പീഡനങ്ങൾ സഹിച്ച് 13 വർഷക്കാലം ആയുധം എടുക്കാതിരുന്നത് അവരാ മക്കയിലെ പ്രജകളായതുകൊണ്ടാണ്. ആ പ്രജകൾ എന്നുള്ള അർത്ഥത്തിൽ നിയമവിരുദ്ധമായ മാർഗത്തിൽ ആയുധമെടുക്കാനോ പ്രതികാരം ചെയ്യാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ ഒരിക്കലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചതുപോലെയൊന്നും അല്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടുന്ന അത്ര സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് ലോകത്ത് എവിടെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫ് നാടുകളിൽ അടക്കം പല വ്യക്തികളുടെയും പേര് പറയുമ്പോൾ നമ്മൾക്ക് തന്നെ പേടിയാണ്. ഇതാരെങ്കിലും ശ്രദ്ധിക്കോ, ആരെങ്കിലും കേൾക്കോ, വേറെ എന്തെങ്കിലും വിചാരിക്കോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയെ 100 വട്ടം തെറി വിളിച്ചാൽ അടുത്തിരിക്കുന്ന പോലീസുകാരൻ സിമ്പിളായിട്ട് ചിരിച്ച് കേട്ടിരിക്കും. ഇത്രത്തോളം സ്വാതന്ത്ര്യമുള്ളൊരു നാട് വേറെ എവിടെയും ലോകത്തില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ആരാധിച്ചാണ് ജീവിക്കുന്നത്, നമ്മൾക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ ഏത് പോലീസ് സ്റ്റേഷനിലും പോയി ഒരു മൈക്ക് പെർമിഷൻ എടുത്ത് നമുക്ക് അവിടെ ചെന്നിട്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനൊന്നും ആരാധിക്കാൻ പാടില്ല, പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോന്റെ പ്രവാചകനാണ്, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പ്രസംഗിക്കാം. ഇന്ത്യയിൽ ഇപ്പോഴും എവിടെയും നമുക്ക് സ്വതന്ത്രമായി മതപ്രബോധനം നടത്താം. 100 കണക്കിന് പള്ളികൾ, മദ്രസകൾ, അറബിക് കോളേജുകൾ നാം ഇന്ത്യയിൽ സ്വതന്ത്രമായി നടത്തുന്നു, മതബൗദ്ധിക കലാലയങ്ങൾ നടത്തുന്നു. ഇത്ര സ്വതന്ത്രമായി സംഘടിതമായി മുസ്ലിങ്ങൾ ജീവിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു നാട് വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. മക്കയിൽ ശരിക്കും പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും മതസ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ആ മതസ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ എന്നുള്ള അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധം എടുത്തിട്ടില്ലെങ്കിൽ മതസ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ ഒരു സാഹചര്യത്തിലും മുസ്ലിങ്ങൾ ആയുധം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അത്
ഗുജറാത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കലാപങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ആ കലാപങ്ങളെ നിയമപരമായി അംഗീകരിക്കാത്ത ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ, ആ കലാപങ്ങൾക്കെതിരെ കോടതികൾ ഇടപെടലുകൾ നടത്തുന്ന ഒരു നാട്ടിൽ, ആ കലാപങ്ങൾക്കെതിരെ അമുസ്ലിങ്ങളായ പൗരാവകാശ പ്രവർത്തകർ പോലും ശക്തമായ സമരങ്ങൾ നടത്തുന്ന ഒരു നാട്ടിൽ ആയുധം ഉപയോഗിച്ചുള്ള ഒരു ഇടപെടൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്, ഇസ്ലാം അംഗീകരിക്കാത്ത കുഴപ്പമാണ്. ഒരു രാഷ്ട്ര സംവിധാനത്തിനും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം ഇവിടെ സുഹൃത്ത് സത്യത്തിൽ ചോദിച്ചത് ഗുജറാത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വംശഹത്യ ചെയ്യപ്പെടുമ്പോൾ അതിനെ എതിർക്കാൻ പാടുണ്ടോന്നാണ്. എതിർക്കാൻ പാടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? ഏത് തിന്മയെയും നമുക്ക് എതിർക്കാം. ഗുജറാത്തിൽ മുസ്ലിങ്ങളല്ല, ഒരു 2000 ക്രിസ്ത്യാനികൾ ആരെങ്കിലും കൂട്ടക്കൊല ചെയ്തു എന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ എതിർക്കണം. കാരണം അതൊരു തിന്മയാണ്, അതൊരു അനീതിയാണ്. പക്ഷെ ആ എതിർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി വാളും കത്തിയെടുത്ത് അള്ളാഹു അക്ബർ വിളിച്ച് തെരുവിലേക്ക് ഇറങ്ങി 4 ആളെ കൊന്നിട്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ കുഴപ്പം. നമ്മുടെ എതിർപ്പുണ്ടാകേണ്ടത് നമ്മുടെ മീഡിയയെയും പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന മറ്റു മാധ്യമങ്ങളെയും ഫലപ്രദമായി നമ്മുടെ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുകയും കോടതിയിൽ പോവുകയും പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും നിയമപരമായ മാർഗത്തിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ കലാപത്തിനൊരുങ്ങുന്നവരെ ഒതുക്കി നിർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പറയും കോടതി എന്നെല്ലാം നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. മുസ്ലിങ്ങളെ കൊന്ന എത്രയോ ആളുകൾ ഇന്ത്യയിൽ സ്വതന്ത്രമായി റോഡിലൂടെ ഇങ്ങനെ സുഖമായി സ്വൈരവിഹാരം നടത്തുന്നുണ്ട്. കോടതിയിൽ പോയാലൊന്നും പിന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യൂല, ശിക്ഷാ നടപടി ഉണ്ടാകൂല എന്ന് നിങ്ങൾക്ക് പറയാം. സുഹൃത്തുക്കളെ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് കരുതുക. നിങ്ങളുടെ പിതാവിനെ ഒരാൾ കൊന്നു എന്ന് സങ്കല്പിക്കുക. ആ പിതാവിനെ കൊന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങൾ കോടതിയിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ കോടതി അയാൾ വിളിച്ചു വരുത്തി, തെളിവില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ പിതാവിൻ്റെ ഘാതകനെ വെറുതെ വിട്ടു. നിങ്ങൾ പോയി ആ പിതാവിൻ്റെ ഘാതകനെ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഒരു കത്തെടുത്ത് കുത്തിക്കൊന്നു എന്ന് വിചാരിക്കുക. ഇസ്ലാമിക രാഷ്ട്രത്തിലെ കോടതി നിങ്ങളുടെ തല വെട്ടും. നിയമം കയ്യിലെടുത്തതിന്, സ്വന്തമായി അയാളെ കൊന്നതിന്, കോടതി നടപ്പാക്കേണ്ട കൃത്യം സ്വന്തമായി നിർവഹിച്ചതിന് ഇസ്ലാമിക രാഷ്ട്രം നിങ്ങളുടെ തല വെട്ടും. പിന്നെയല്ലേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമുക്ക് ലഭ്യമല്ലാത്തൊരു നീതി ഇന്ത്യ പോലുള്ളൊരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ലഭിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ വളരെ സജീവമായി ഇടപെടുകയും മതനിരപേക്ഷ ജനാധിപത്യ സംഘടനകളിൽ വളരെ സക്രിയമായി പ്രവർത്തിക്കുകയും നമ്മുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തും എന്ന് നമുക്ക് തോന്നുന്നവരെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അയക്കുകയും അങ്ങനെ നമുക്ക് അനുകൂലമായൊരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ഉന്മൂലന, വംശഹത്യ, വർഗീയ പ്രവർത്തനങ്ങളെ നാം പ്രതിരോധിക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും സായുധമായി സംഘടിച്ചതുകൊണ്ടല്ല. സായുധമായി സംഘടിച്ച ഒരു സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള രക്ഷയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പറയുന്ന ആളുകളുടെ അതേ ആശയങ്ങൾ നടപ്പിലാക്കിയ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ ഇന്നും അരക്ഷിതാവസ്ഥയിലാണ്, പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഈ സായുധമായ മാർഗം തിരഞ്ഞെടുക്കാതെ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത അവകാശങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതിൽ നിന്നും മതപരമായി മാത്രമല്ല ഭൗതികമായി നോക്കിയാൽ പോലും സായുധമായ മാർഗം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഹിതകരമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഗഫൂർ. നമ്മളെ നാട്ടിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം മുടിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ നബിൻ്റെ ശരീരത്തിന് സാധാരണ മനുഷ്യനെ കൂടുതലധികം എന്തെങ്കിലും പ്രത്യേകതയായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ സുഹൃത്തിൻ്റെ ചോദ്യം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മുടിയാണ്. അത് യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ദുരന്തവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ അമുസ്ലിങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിക്കുന്നു. അവരുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭീകരവാദിയായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അദ്ദേഹം ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റുധാരണകൾ കേരളത്തിലെ അമുസ്ലിം മനസ്സുകളെ പോലും വിഷലിപ്തമാക്കുകയും കേരളത്തിലൊരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും മുസ്ലിങ്ങളെ മുഴുവൻ ഭീതിയോടുകൂടി സംശയത്തോടുകൂടി നോക്കിക്കാണുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് മുസ്ലിം സമുദായം ചെയ്യേണ്ടത് എന്താ? ഈ സമയത്ത് മുസ്ലിം സമുദായം ചെയ്യേണ്ടത് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വ്യക്തിത്വം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി അവരുടെ മനസ്സിലുള്ള തെറ്റുധാരണകൾ അകറ്റി അവർക്കു കൂടി വേണ്ടിയുള്ള കാരുണ്യമായി പടച്ച തമ്പുരാൻ നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ള ദൗത്യമാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്.
പക്ഷേ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഒരു കോടാലി എടുത്ത് പോവുക, ആരെങ്കിലും കൈ പോയി വെട്ടുക, എന്നിട്ട് ഇങ്ങനെയാണ് നബി എന്നുള്ള ചീത്തപ്പേരുണ്ടാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഏതെങ്കിലും മുടിയെടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഇത് നബിൻ്റെ മുടിയാണെന്ന് പറയുക, എന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തുക. ഇവിടെ സുഹൃത്ത് ചോദിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു മുടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൈവെട്ടും കാൽവെട്ടുമെല്ലാം മുസ്ലിം സമുദായത്തിൽ നടക്കുമ്പോൾ, മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുമ്പോൾ, കേരളത്തിലെ അമുസ്ലിങ്ങൾ വീണ്ടും തെറ്റുധാരണയുടെ അഗാധമായ കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ സഹോദരൻ ഉന്നയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന പ്രശ്നത്തേക്കാൾ, ആ പ്രശ്നം അത് മതപരമായ വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് നിങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാൾ ഇവിടെ പ്രസക്തമായ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല എന്ന് 100% ഉറപ്പുള്ളൊരു മുടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല എന്ന് 100% ഉറപ്പുള്ളൊരു മുടി, ആ മുടി കയ്യിലെടുത്ത് ഒരു മതപണ്ഡിതന് അദ്ദേഹത്തിന് ഇത് നബിയുടെ മുടിയാണ് എന്ന് പറയാൻ കഴിയുന്നു, അതിൻ്റെ പേരിൽ ബിസിനസ് ആരംഭിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അമുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ തെറ്റുധാരണകൾ ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ചുരുങ്ങി വരികയും കേവലം ഒരു ബിസിനസ് ഉരുപ്പിടിയായി എപ്പോഴും ഏത് കളവും പറഞ്ഞ് ബിസിനസ്സിനുള്ളൊരു ഉപകരണമായി പരിവർത്തിപ്പിക്കാനുള്ളൊരു വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കിടയിൽ പോലും മാറുന്നു എന്നതാണ് മുടി വിവാദം നമുക്ക് നൽകുന്ന ഏറ്റവും അപകടകരമായ സൂചന. ഈ അപകടകരമായ സൂചനയോട് വസ്തുനിഷ്ഠമായി സംവദിക്കാൻ നമുക്ക് കഴിയണം. ഇതുണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദിയാണ്, മോശക്കാരനാണ് എന്ന് കേട്ട് ചില മുസ്ലിങ്ങൾക്ക് തന്നെ അവസാനം തോന്നി തുടങ്ങുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം മോശക്കാരൻ തന്നെയാണ്, അദ്ദേഹത്തെ പിന്തുടർന്ന് ഏതായാലും നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തേണ്ട, തൽക്കാലം എന്തെങ്കിലും ബിസിനസ്സിന് പറ്റിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആലോചിച്ചിട്ട് ആ തരത്തിൽ നമ്മുടെ ഉപയോഗം പരിവർത്തിപ്പിക്കാം എന്ന് സമുദായ നേതൃത്വം പോലും ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വ്യക്തിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ പകർന്നു നൽകേണ്ടതിൻ്റെ പ്രസക്തിയാണ് ഈ മുടി വിവാദം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾക്ക് നമുക്ക് ഊർജ്ജമാകാൻ, പ്രേരണയാകാൻ ഈ സാഹചര്യത്തിന് കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് അസ്കർ സനയിലാണ്. ഇപ്പോൾ കൈവെട്ട് കേസിനെ കുറിച്ച് സംസാരിച്ചു. കൈവെട്ട് നാം നമ്മുടെ ശരീരത്തെക്കാളും അള്ളാഹു റസൂലിനെ സ്നേഹിക്കാത്തത്തോളം ഒരു മുസ്ലിം ആവുകയില്ല, യഥാർത്ഥ മുസ്ലിം ആവുകയില്ല. അപ്പോൾ ഇത്രയും ആക്ഷേപകരമായിട്ട് അള്ളാഹു റസൂലിനെ ആക്ഷേപിച്ചതിൽ കൈവെട്ടി ആരവാകട്ടെ, പക്ഷേ കൈവെട്ടാൻ ഇന്ത്യൻ്റെ നിയമം അനുവദിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷെങ്കിൽ അത് നമ്മളതിനെ ഒരു ഇതായിട്ട് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൈവെട്ട് ഇന്ത്യയിലെ നിയമം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നമ്മളതിനൊരു ഇതായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് സഹോദരൻ പറയുന്നത്. ഏതായിട്ട് പറയാമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാടിൻ്റെ നിയമം ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശക്തമായൊരു വിധിയാണ്. ആ വിധി മുസ്ലിങ്ങൾ ലംഘിച്ചാൽ നമ്മളെന്ത് പറയണം? അവരൊരു ശരി ചെയ്തു എന്ന് പറയണം. നമ്മൾ പറയേണ്ടത് അവരൊരു തെറ്റു ചെയ്തു എന്ന് തന്നെയാണ്. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കാനുള്ള ആർജവത്തിൻ്റെ പേരാണ് ഇസ്ലാം. അത് ഏതെങ്കിലും അമുസ്ലിങ്ങൾ നിയമം കയ്യിലെടുത്ത് 4 കലാപം ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി അത്യുച്ചത്തിൽ പ്രസംഗിക്കുകയും എവിടെയും മുസ്ലിങ്ങൾ നിയമം കയ്യിലെടുത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നതിൻ്റെ പേര് ജാഹിലിയത്ത് എന്നാണ്, ഇസ്ലാം എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കുക, നീതി ഇസ്ലാമിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു താല്പര്യമാണ്. ഞാനിവിടെ പറഞ്ഞതുപോലെ തെറ്റ് ആര് ചെയ്താലും അതിനെ തെറ്റായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ വളരെ പ്രസക്തമായൊരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു മോഷണം നടന്നു. ഈ മോഷണം നടത്തിയത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം മോഷണം നടത്തി അവസാനം പിടിക്കപ്പെടുന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ മുസ്ലിം ഈ മോഷ്ടിച്ച മോഷണ വസ്തു അത് കൊണ്ടുപോയിട്ട് ഒരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അത് ജൂതനാണ് മോഷ്ടിച്ചത്, ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊണ്ടി മുതൽ ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടുകിട്ടിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂതനാണ് മോഷണം നടത്തിയത് എന്ന് തെറ്റുധരിച്ചിട്ട് ജൂതനെതിരെ വിധി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ
സൂറത്തുൻ നിസായിൽ ഈ ജൂതന് അനുകൂലമായി 7 ആയത്തുകളാണ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചത്. ആ 7 ആയത്തുകളിൽ പടച്ച തമ്പുരാൻ കൃത്യമായി പറഞ്ഞു, അല്ല, തെറ്റു ചെയ്തത് ജൂതനല്ല, മുസ്ലിമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, അയാളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അയാൾ വഞ്ചകനാണ്, വഞ്ചകർക്ക് വേണ്ടി വാദിക്കാൻ മുഹമ്മദ് നീ സന്നദ്ധമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ ആയത്തുകൾ അവതരിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 105-ാമത്തെ വചനം മുതൽ 112-ാമത്തെ വരെയുള്ള വചനങ്ങൾ. ഇവിടെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും, മദീനയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു, അവിടെ ജൂതന്മാർ ഇങ്ങനെ കലാപുണ്ടാക്കാൻ ഒരുങ്ങുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു മോഷണ കേസിലെ പ്രതിയായി മുസ്ലിമിനെ ചിത്രീകരിച്ചിട്ട് ജൂതനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമുദായ സ്പിരിറ്റിന് അത് എതിരാണെന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഇസ്ലാമിൻ്റെ സ്പിരിറ്റിന് അത് എതിരല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാര് ചെയ്താലും തെറ്റെന്ന് അതിനെ വിളിക്കാൻ കഴിയണം. പിന്നെ ഈ സുഹൃത്തുക്കൾ, കൈവെട്ടിയ സുഹൃത്തുക്കൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ഈ മുടി വിവാദത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, ആ വെട്ടിയ സാധാരണക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ വെട്ടിയ ആളുകൾക്ക് ആ വെട്ടാൻ വേണ്ടി ക്ലാസ് എടുത്തു കൊടുത്ത അവരുടെ തലച്ചോറുകൾ, അവർക്കറിയാം ഇത് നിയമവിരുദ്ധമാണ്, നിയമം കയ്യിലെടുക്കാൻ പാടില്ല, ഇന്ത്യയിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്, നിയമം കയ്യിലെടുക്കുന്നത് തീവ്രവാദമാണ് എന്നവർക്കറിയാം. എന്നിട്ടും ഇത്തരം ഒരു പ്രവർത്തനത്തിന് സ്വന്തം അനുയായികൾ അവർ ഇളക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വന്തമായി ഇടം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കാണുകയും അദ്ദേഹത്തോടുള്ള സ്നേഹത്തെ അവർ അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ഒരു ആയുധം മാത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടാണ് കൈവെട്ടിയതെന്ന് ദയവേത് നമ്മളാരും പറയരുത്. ആ ചോദ്യപേപ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ വളരെ നികൃഷ്ടമായ രൂപത്തിൽ ആ പദപ്രയോഗം ഉണ്ടായപ്പോൾ കേരളീയ പൊതുസമൂഹം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. കേരളീയ പൊതുസമൂഹം മുഴുവൻ, കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പോലീസും കേരളത്തിലെ അധികാരികളും കേരളത്തിലെ അമുസ്ലിങ്ങളും എല്ലാം പ്രവാചകന്റെ കൂടെയായിരുന്നു. ഇത് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുകൂലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ടീം വന്ന് വണ്ടിയിൽ ഇറങ്ങി ഈ അധ്യാപകന്റെ കൈ വളരെ ക്രൂരമായി വെട്ടിമാറ്റി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതോടുകൂടി കേരളത്തിലെ അമുസ്ലിങ്ങൾക്കെല്ലാം തോന്നി ആ തെറി പറയേണ്ടതുണ്ടായിരുന്നു. കാരണം ഇവർ കൈവെട്ടിയിട്ട് ഇവർ പറഞ്ഞത് ഇതാണ് പ്രവാചകന്റെ മാതൃക എന്നാണ്. ഇത് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായ തലച്ചോറ് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിച്ചു, ആരെങ്കിലും തെറി വിളിച്ചു എന്നുള്ള പേരിൽ അവരുടെ കയ്യും കാലും വെട്ടാൻ പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിമർശിച്ചവരോടും നിന്ദിച്ചവരോടും എന്തു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി ലോകത്ത് നിന്ദിച്ചത് അബൂലഹബാണ്. ആദ്യമായി നിന്ദിച്ചത് അദ്ദേഹത്തിന്റെ പരസ്യ പ്രബോധനം ആരംഭിച്ച 1-ാമത്തെ ദിവസം അദ്ദേഹം സ്വഫാ കുന്നിന് മുകളിൽ വെച്ച് മക്കയിലെ ഖുറൈശികളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം പ്രബോധനം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബ് എണീറ്റ് നിന്നുകൊണ്ട് തബ്ബൻ ലക യാ മുഹമ്മദ് നിന്റെ കൈകൾക്ക് മുഹമ്മദ് നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് പ്രവാചക നിന്ദയുടെ ചരിത്രത്തിലെ ഉദ്ഘാടനം. ഈ അബൂലഹബിനെ ശപിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇറക്കി, ആയത്തുകൾ ഇറക്കി. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് അബൂലഹബിന്റെ നബി നിന്നക്ക് മറുപടി പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, ഈ അബൂലഹബ് പ്രവാചകനെ നിന്ദിക്കാൻ ലോകത്ത് തുടക്കം കുറിച്ച അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചതിൻ്റെ പേരിൽ പടച്ച തമ്പുരാൻ ശപിച്ച അബൂലഹബ് പ്രവാചകന്റെ പിതൃവ്യനായി, പ്രവാചകന്റെ അയൽവാസിയായി, പ്രവാചകന്റെ നാട്ടുകാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ ജീവിക്കുന്നുണ്ട്. എത്ര വർഷം? 15 വർഷം. 15 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോഴും അബൂലഹബ് മക്കയിൽ ജീവിക്കുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോഴും അബൂലഹബ് മക്കയിൽ ജീവിക്കുന്നുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമാണ് അബൂലഹബ് മരിച്ചു പോകുന്നത്. ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള വീരശൂര ധീര പരാക്രമികളായ സഹാബിമാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വാള് കയ്യിൽ കൊടുത്തിട്ട് എന്നെ തെറി വിളിച്ച അബൂലഹബ് എൻ്റെ അയൽപ്പക്കത്ത് സുഖമായി കിടന്നുറങ്ങുന്നു, അയാളുടെ കയ്യോ കാലോ പോയി ഒന്ന് വെട്ടിവാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയാത്ത പ്രവാചകന്റെ പേരിൽ എങ്ങനെയാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് നിങ്ങൾക്ക് മുതിരാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വളരെ മ്ലേച്ഛമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്നതിന് വേണ്ടി തൻ്റെ പ്രഭാഷണ പാടവം
ഉപയോഗപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു സുഹൈൽ ഇബ്നു അംർ. പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. ഈ സുഹൈൽ ഇബ്നു അംർ മക്കയിൽ വെച്ച് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തെറി വിളിച്ച് പ്രസംഗിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം സുഹൈൽ ഇബ്നു അംർ മക്കയിൽ വെച്ച് കാര്യമായി പ്രസംഗിച്ചിരുന്നത് മദീനക്കെതിരെ യുദ്ധം ചെയ്യണം, മദീനക്കെതിരെ കലാപുണ്ടാക്കണം എന്നാണ്. അവസാനം ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധത്തിൽ 50ഓളം പേരെ മുസ്ലിങ്ങൾ ബന്ദികളാക്കി. ഈ ബന്ദികളിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംറാണ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയെ തെറി വിളിച്ച ഈ നാവ് ഇനിയൊരിക്കലും അങ്ങേക്ക് നേരെ പൊങ്ങരുത്. അദ്ദേഹത്തിൻ്റെ മുൻനിരയിലെ 2 പല്ലുകൾ ഞാൻ തട്ടിക്കളയാം. ഇനിയൊരിക്കലും ഇദ്ദേഹം പ്രവാചകനെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പാടില്ല ഉമർ, നാളെ പരലോകത്ത് ഇന്ന് ഈ സുഹൈലിന് അംഗഭംഗം വരുത്തിയതുപോലെ പടച്ചതമ്പുരാൻ എന്നെ അംഗഭംഗം വരുത്തുമെന്ന്, എൻ്റെ പല്ലുകൾ തട്ടിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് മദീനയുടെ രാഷ്ട്രത്തലവനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രതികരണം. നമ്മൾക്കെല്ലാം വളരെ സിമ്പിളാണ്. പോയി കൈ വെട്ടുക, കാല് വെട്ടുക, പരലോകത്തെക്കുറിച്ചൊരു വിചാരമില്ല, പടച്ചോൻ ചോദിക്കുന്നുള്ളൊരു ബേജാറുമില്ല. പടച്ചതമ്പുരാൻ ഏതെങ്കിലും മനുഷ്യനെ വേദനിപ്പിച്ചാൽ, അന്യായമായി ഉപദ്രവിച്ചാൽ, അത് ആരായാലും, നമ്മളെ തെറി വിളിച്ചോലായാലും ശരി, അല്ലെങ്കിലും ശരി, അവരുടെ കയ്യും കാലും പോയി വെട്ടിയാൽ പരലോകത്ത് പടച്ചതമ്പുരാൻ അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ പല്ല് തട്ടാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചപ്പോൾ ആ അനുവാദം നൽകാതിരിക്കുക വഴി ചെയ്തത്. അതുകൊണ്ട് ആ ചെയ്തത് തോന്നിവാസമാണ്, തീവ്രവാദമാണ്. മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അധാർമികമായ നടപടിയാണ് എന്ന് മനസ്സിലാക്കുക. പറഞ്ഞാൽ അത് അനീതിയല്ലേന്ന്. എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് മക്കയിൽ എത്രയും ആളുകളെ വിവാഹം ചെയ്യാൻ ഉള്ള അനുവാദം ഉണ്ടായിരുന്നു. എത്രയും ആളുകളെ വിവാഹം ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. അത് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും പടിപടിയായാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടത് നമ്മൾക്കറിയാം. പല തിന്മകളും, നമ്മൾ മദ്യം, വ്യഭിചാരം അടക്കമുള്ള തിന്മകൾ ഇസ്ലാമിൽ പിൽക്കാലത്ത് മാത്രമാണ് നിരോധിക്കപ്പെട്ടത്. ഒരു സമൂഹത്തെ പടിപടിയായി സംസ്കരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമിക നിയമങ്ങൾ കാലക്രമേണയാണ് അവതരിപ്പിക്കപ്പെട്ടതും അത് ആ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെട്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ്റെ മനഃശാസ്ത്രം വെച്ച്, ലൈംഗിക മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും വെച്ച് ഒന്നിലധികം ഇണകളുമായി, ഭാര്യമാരുമായി സംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കാൻ ഒരു പുരുഷന് കഴിയും. പുരുഷന് നൽകപ്പെട്ടിട്ടുള്ള ഈ പ്രകൃതിപരമായ ശേഷിയെ അന്നത്തെ അറേബ്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ ആളുകൾ ധാരാളം വിവാഹങ്ങൾ കഴിച്ച് ഉപയോഗപ്പെടുത്തിയിരുന്നു. ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പടച്ചതമ്പുരാന്റെ നിർദ്ദേശപ്രകാരം പുരുഷന്റെ ഒന്നിലധികം ഭാര്യമാർക്ക്, ഒന്നിലധികം ഇണകൾക്ക് സംതൃപ്തമായ ലൈംഗിക ജീവിതം നൽകാനുള്ള ശേഷിയെ അന്നത്തെ അറേബ്യൻ സാമൂഹ്യ സാഹചര്യം വെച്ച് ഒരുപാട് ഭാര്യമാരെ വിവാഹം കഴിച്ച് ഉപയോഗപ്പെടുത്തി. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ഇസ്ലാമിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായത് വഴി ഉണ്ടായിത്തീർന്ന വിധവകളെയും അനാഥകളെയും ദരിദ്രരെയും, അതുപോലെ തന്നെ മദീന എന്ന രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി ഗോത്രങ്ങളുമായി അടുപ്പമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായുമെല്ലാം, അതുപോലെ ഇസ്ലാമിക വിജ്ഞാനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി, ഇങ്ങനെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പടച്ചതമ്പുരാൻ നൽകിയ ഈ അനുഗ്രഹത്തെ അറേബ്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ സാർവത്രികമായിരുന്നൊരു സമ്പ്രദായത്തെ, ധാരാളം വിവാഹം കഴിക്കുക എന്ന സമ്പ്രദായത്തെ സൃഷ്ടിപരമായി പോസിറ്റീവായി ഉപയോഗിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്. എന്നാൽ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തതുപോലെ പ്രവാചകനെ പോലുള്ള ഒരു മഹാവ്യക്തിത്വത്തിന് കഴിയുന്നത് പോലെ, പ്രവാചകനെ പോലുള്ള സമാനതകളില്ലാത്തൊരു വ്യക്തിത്വത്തിന് നീതി പുലർത്താൻ കഴിയുന്നത് പോലെ, കൃത്യമായി പരിപാലിക്കാൻ കഴിയുന്നത് പോലെ ഇത്രയധികം ഭാര്യമാരെ സാധാരണ ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പിൽക്കാലത്ത് പരിപാലിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ടായിരിക്കാം പടച്ചതമ്പുരാൻ മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4-ൽ ആ അനുവാദം പരിമിതപ്പെടുത്തുകയും 4-ലധികം വിവാഹങ്ങൾ കഴിക്കരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ബാക്കിയുള്ള ഭാര്യമാരെ വിവാഹമോചനം ചെയ്തുകൂടായിരുന്നു എന്നാണ് പിന്നെയുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവരെല്ലാം വിവാഹം കഴിച്ചൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കാം. ആ സാഹചര്യം നമ്മൾ ചെറിയ ചില ഉദാഹരണങ്ങൾ പരിഗണിക്കാം. അപ്പോൾ ഉദാഹരണമായി സൊഫിയ റളിയല്ലാഹു അൻഹ. ഈ സൊഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് മദീനയിൽ മദീനക്ക് പുറത്ത് അന്നുണ്ടായിരുന്ന ഒരു ജൂതഗോത്രം, ഖൈബറിൽ താമസിച്ചിരുന്ന ഒരു ജൂതഗോത്രം, ആ ജൂതഗോത്രവുമായി ഉണ്ടായൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ യുദ്ധത്തിൽ ആ ജൂതഗോത്രത്തിലെ പുരുഷന്മാർ ധാരാളമായി വധിക്കപ്പെട്ട സമയത്ത്
ആ ഗോത്രത്തിൻ്റെ മനസ്സിൽ ഇസ്ലാമിനോട് കുടിപ്പകയും വിദ്വേഷവും നിലനിന്നൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് യാതൊരുവിധ കുടിപ്പകയുമില്ല എന്നും ഇസ്ലാമിന് നിങ്ങളോട് വ്യക്തിപരമായ യാതൊരു വിദ്വേഷവുമില്ല എന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ചിത്രത വളർത്താൻ ശ്രമിച്ചതുകൊണ്ട് ഒരു അനിവാര്യമായ സൈനിക നടപടി എന്ന നിലക്കാണ് നിങ്ങളിലെ പുരുഷന്മാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്നും നിങ്ങളുടെ കൂട്ടത്തിലെ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇസ്ലാമിൻ്റെ രാഷ്ട്രനായകൻ പോലും സന്നദ്ധമാണ് എന്നും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫിയ റളിയല്ലാഹു അൻഹയെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സൗഹൃദം ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളമാണ്. ഒരു ഗോത്രത്തോട് നിങ്ങളിൽ നിന്ന് ഈ ആക്രമണം വഴി വിധവയായി തീർന്നൊരു സ്ത്രീക്ക് ഒരു ജീവിതം നൽകാൻ, ഒരു സംരക്ഷണം നൽകാൻ ഈ രാഷ്ട്രത്തിൻ്റെ നായകൻ പോലും സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി അവരോട് വ്യക്തിപരമായി തങ്ങൾക്ക് വിദ്വേഷമൊന്നുമില്ല എന്ന് മുസ്ലിങ്ങൾ കാണിക്കുകയായിരുന്നു. ഇങ്ങനെ കാണിച്ചിട്ട് മുസ്ലിങ്ങൾ കുറേ കഴിഞ്ഞ് സഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനം ചെയ്താൽ അന്ന് എടുത്ത പണി മുഴുവൻ വെറുതെ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിവാഹവും കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടി നിർവഹിക്കപ്പെട്ട വിവാഹങ്ങളായിരുന്നു. ആ ലക്ഷ്യ സാക്ഷാത്കാരം പൂർണ്ണമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ ആ ഭാര്യമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തണം. ഏതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഈ ഭാര്യമാരെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനം ചെയ്യുന്നതോടുകൂടി ഈ ലക്ഷ്യ സാക്ഷാത്കാരം പൂർണ്ണമാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരെ വിവാഹമോചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടുള്ള വലിയൊരു ചൂഷണമായിട്ടും പീഡനമായിട്ടും സ്ത്രീകൾ അതിൽ ഒരുപാട് അനീതി അനുഭവിക്കുന്നതായിട്ടും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്വഭാവ മാതൃക കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ മുഴുവൻ ആഗ്രഹിച്ചത് അദ്ദേഹം ഒരിക്കലും തങ്ങളെ വിവാഹമോചനം ചെയ്യരുത് എന്നും ജീവിതാവസാനം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കണമെന്നുമാണ്. പ്രവാചകനുമായുള്ള വിവാഹ ജീവിതം ഒരു തണലായിട്ടാണ്, ഒരു വെയിലായിട്ടല്ല അവർക്കാർക്കും അനുഭവപ്പെട്ടത്. ആ വിവാഹമോചനം യഥാർത്ഥത്തിൽ ആ സ്ത്രീകൾക്ക് തന്നെ യഥാർത്ഥത്തിൽ അവർക്കാർക്കും സ്വീകാര്യമാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെല്ലാം പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവർ പ്രവാചകന്റെ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ മാതാക്കൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെല്ലാവരും ഉമ്മമാരായി പരിഗണിച്ചിരുന്നവരാണ്. മാതാക്കളെ വിവാഹം ചെയ്യുന്നത് ഇസ്ലാമികമായ അധാർമികമാണ്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലിൽ പരിമിതപ്പെടുത്തി ബാക്കിയുള്ള ഭാര്യമാരെ വിവാഹമോചനം ചെയ്തിരുന്നുവെങ്കിൽ ആ ഭാര്യമാർ അവരെ ഏറ്റെടുക്കാൻ ആളുണ്ടാകുമായിരുന്നില്ല. മാതാക്കളെ വിവാഹം ചെയ്യാൻ മറ്റു മുസ്ലിങ്ങൾക്ക് പാടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം 12 ഭാര്യമാരെ നിലനിർത്തിയതിന് പിന്നിലുണ്ട്. അത് ചരിത്രത്തെ നമ്മുടെ ഇന്നത്തെ തലച്ചോറ് വെച്ച് വായിക്കാതെ അന്നത്തെ തലച്ചോറ് ഉപയോഗിച്ച് വായിക്കാൻ പരിശ്രമിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കൈവെട്ട് കേസിനെ കുറിച്ച് സംസാരിച്ചത്, കൈവെട്ട് കേസ് അതിനെ അനുകൂലിക്കുന്നതായിട്ടല്ല സംസാരിച്ചത്. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തുൽ കലിമ നമ്മൾക്ക് വിഷയം കൈവെട്ടല്ല. അവിടെ വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങനെ ആക്ഷേപിക്കാൻ കാരണമുണ്ടായത് എവിടെ നിന്നാണ്, ആ ഒരു ഫോഴ്സ് എവിടെ നിന്ന് വന്നാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കൈവെട്ട് കേസിന് ശേഷമാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത്. അതുവരെക്കും ആരും അറിഞ്ഞിരുന്നില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അതുവരെ ആരും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു ചർച്ചാ വിഷയമാക്കാണ് ഞാൻ സംസാരിച്ചത്. ഇക്കോലത്തിൽ അറിയുകയാണെങ്കിൽ അതാരും അറിയേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ ഇവിടെ പറഞ്ഞത് അവിടെ കൈവെട്ടുന്നതിന് മുമ്പ് ഈ ചോദ്യപേപ്പറിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് ആരും അറിഞ്ഞിരുന്നില്ല. കൈവെട്ടിയത് കൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ അത് ചർച്ചാ വിഷയമായത്. ഇക്കോലത്തിലുള്ളൊരു അറിയിക്കൽ വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോ തെറി വിളിച്ചു. ആ തെറി പബ്ലിഷ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണോ നമുക്കുള്ളത്? നമ്മുടെ പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിച്ചൊരു ചോദ്യപേപ്പർ ഉണ്ടായപ്പോൾ ആദ്യം എടുത്ത പണി ഈ ഇമെയിൽ ദുന്യാവത്തെ സകല മനുഷ്യന്മാർക്കും ഫോർവേഡ് ചെയ്യാനുള്ള. എന്നിട്ട് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞത് വായിക്കുക, അടുത്ത ആൾക്ക് ഫോർവേഡ് ചെയ്യുക, അവർ വായിക്കുക, അടുത്ത ആൾക്ക് ഫോർവേഡ് ചെയ്യുക, അവർ വായിക്കുക, എന്നിട്ട് ലോകം മുഴുവൻ ഇത് അറിയാം. ഇത് നമുക്ക് എവിടുന്ന് കിട്ടിയൊരു സംസ്കാരമാണ്. ഇത് തെറിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയാണ്. ആ നിന്ന പബ്ലിഷ് ചെയ്ത് അത് പരസ്യപ്പെടുത്തി ആളുകൾക്ക് മുഴുവൻ കൈമാറി എല്ലാവരുടെയും മുമ്പിൽ അത് പ്രദർശിപ്പിക്കുക. ഇപ്പോൾ ഈ കൈവെട്ടിയ ആളുകളുണ്ടല്ലോ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അടക്കി വെക്കാൻ കഴിയാത്ത ആളുകൾ, അവർ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ട്. ആ പത്രം കുറച്ചു മുമ്പ് ലോകത്തൊരു വിവാദം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഡെൻമാർക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന കുറേ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ പത്രം ചെയ്ത പണി അറിയോ നിങ്ങൾക്ക്? ആ കാർട്ടൂണുകൾ കേരളത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് ഇവർക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംരക്ഷിക്കപ്പെടലല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ദിക്കപ്പെടുന്നു, തെറി വിളിക്കപ്പെടുന്നു എന്ന് ഇടയ്ക്കിടെ തെളിയിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ തെളിയിച്ചിട്ട് അതിനെ സംരക്ഷിക്കുന്നവരും അതിനെ പ്രതിരോധിക്കുന്നവരും സമുദായത്തിൻ്റെ വക്താക്കളും തങ്ങളാണെന്ന് വരുത്തി തീർക്കണം. അതിൻ്റെ പേരിൽ കിട്ടുന്ന പൂമാല സമുദായത്തിൻ്റെ വൈകാരിക മനസ്സിൽ കിട്ടുന്ന ഒരു സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അടുത്ത ഇലക്ഷനിൽ നിയമസഭയിലേക്ക് കയറിക്കൂടണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇത്ര തരം താഴാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിന്ദിച്ചത് കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്കൊരു ചുക്കില്ല. കേരളത്തിൽ ആരും അറിയാത്തതുകൊണ്ട് നമ്മൾക്കൊന്നും സംഭവിക്കാനില്ല. അറിയാതെ എന്നാൽ അത്രക്കും നല്ലത്. എന്നാൽ കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശരിക്കും യഥാർത്ഥത്തിൽ ആ കോളേജ് അധ്യാപകനെതിരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമെല്ലാം നടപടി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പൊതുമനസ്സ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പൊതുമനസ്സിനെ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി വഴിതിരിച്ചു വിടുക എന്ന ദൗത്യം മാത്രമാണത് നിർവഹിച്ചത് യഥാർത്ഥത്തിൽ. പിന്നെ സുഹൃത്ത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിന്ദിച്ചതിൻ്റെ പേരിൽ കൈവെട്ടിയതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ആ നിന്ദിച്ചവരുടെ മനസ്സാണ്, അത് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. സത്യമാണ്, അത് നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നതും. ആ കൈവെട്ടുന്നതിൻ്റെ തലേ ദിവസം വരെ കേരളത്തിൽ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് കേരളത്തെ പോലെ മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്നൊരു നാട്ടിൽ എങ്ങനെ ഇത്തരം ഒരു കുറ്റകൃത്യം ഉണ്ടായി, എങ്ങനെ അവിടേക്ക് നയിക്കപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച തെറ്റുധാരണകൾ എങ്ങനെ മനസ്സുകളിൽ കടന്നുകൂടി എന്നു തന്നെയാണ് നാം ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ കൈവെട്ടിയ ആ ദിവസം മുതൽ കൈവെട്ടിനെ കുറിച്ച് മൗനം പാലിച്ച് ചോദ്യപേപ്പറിനെ കുറിച്ച് മാത്രം നമ്മൾ പ്രസംഗിച്ചാൽ ആൾക്കാർ സദസ്സിൽ നിന്ന് എണീറ്റ് പോകും. കാര്യബോധം നീതിബോധം ഉള്ളവർ മുഴുവൻ അത് കൈവെട്ടിനെ കുറിച്ച് നിരന്തരം പ്രസംഗിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കൈവെട്ട് എന്ന നാടകത്തിന് തിരക്കഥ എഴുതിയവരും അതിലെ അഭിനേതാക്കളും തന്നെയായിരുന്നു എന്നതാണ് സത്യം. പിന്നെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്താണ്? പിന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇത്ര വലിയ ദേഷ്യം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊന്നിട്ടില്ല, അദ്ദേഹത്തെ പ്രത്യേകിച്ച് ടെലിഫോണിൽ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തെറി വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിന് നബിനെ കൊണ്ടൊരു പ്രയാസം ലോകത്ത് ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അദ്ദേഹം ഇങ്ങനെ തെറി വിളിക്കുന്നത്? അങ്ങനെ തെറി വിളിക്കണമെങ്കിൽ തനിക്കൊരു പരിചയവുമില്ലാത്ത, തനിക്ക് വ്യക്തിപരമായൊരു വിദ്വേഷവുമില്ലാത്ത ഒരു മനുഷ്യനെ അദ്ദേഹം തെറി വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രത്തോളം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മീഡിയയുടെ വിഷലിപ്തമായ പ്രചാരണങ്ങൾ അതിന് കണ്ണും കാതും തുറന്നു വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനായിരുന്നു എന്ന ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയോ കടന്നുകൂടി. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തെറി വിളിക്കുക എന്ന കടുങ്കൈ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതിൻ്റെ പരിഹാരം അദ്ദേഹത്തിൻ്റെ കൈ പോയി വെട്ടിയാൽ അദ്ദേഹത്തിന് മനസ്സിലാകും, ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇനിയും കൈ വെട്ടാത്ത ഏതെങ്കിലും നാട്ടിൽ പോയാൽ തെറി വിളിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നും. എന്നാൽ അതേസമയം അദ്ദേഹത്തെ സമീപിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമോ പ്രവാചകനോ ഇങ്ങനെയൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ കൈവെട്ടിൻ്റെ 4-1 ഊർജം ചെലവഴിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിൽ ഗുണപരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് മനസ്സിലാക്കാൻ ഉള്ളൊരു തലച്ചോറില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ തലച്ചോറിനെ വേറൊരു രീതിയിൽ ട്യൂൺ ചെയ്തു വെച്ചതുകൊണ്ടോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രശ്നം. പടച്ച തമ്പുരാൻ മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്.